നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിന്റെ നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ രക്തത്താൽ മുദ്രച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓൺലൈനിൽ വീക്ഷിക്കുന്നവരെ കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ രക്തത്താൽ മുദ്രച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥന ചോദിച്ച കുടുംബാംഗങ്ങളെയും എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ഹല്ലേലൂയ. അവിടുത്തെ വഴികളെ തുറക്കുമാറാകണ കർത്താവെ. ഹല്ലേലൂയ. മക്കളുടെ വിവാഹത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവെ. ഹല്ലേലൂയ. അവരുടെ കുടുംബ ജീവിതങ്ങളിലെല്ലാം കർത്താവെ, ഹല്ലേലൂയ, അവിടുത്തെ കരം പ്രവർത്തിക്കുമാറാകണ കർത്താവെ. സാമ്പത്തികമായ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥന ചോദിച്ച മക്കളുണ്ട് കർത്താവെ. അവരുടെ മേലെല്ലാം കർത്താവെ, ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവെ, അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തി കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നതോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ആത്മാവിന്റെ വിശ്വാസത്തിനായിട്ട് ആലോചനയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വചനം യെശയ്യാപ്രവചനം അതിന്റെ 42-ന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യം വായിച്ചു കേൾക്കാം. നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 42-ന്റെ 8 മുതൽ 9 വരെയുള്ള വാക്യം. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. എന്റെ മഹത്വം എങ്ങനെയാ? ഞാൻ എന്റെ മഹത്വം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടു കൊടുക്കത്തില്ല. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? പണ്ട് പ്രസ്താവിച്ചത് ഇതാ എന്താ സംഭവിച്ചിരിക്കുന്നു. അതായത് പണ്ട് കാലത്ത് കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ചില വിഷയങ്ങളെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുവാണ് അതിന്റെ മേലെല്ലാം ഹല്ലേലൂയ ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവ് മഹത്വം കൊടുക്കാൻ പോവാം. ചിലപ്പോൾ നീ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, കടബാധ്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും, കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു കാണും, മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ഹല്ലേലൂയ. എന്ന കർത്താവ് ഹല്ലേലൂയ അതിന്റെ മേലെല്ലാം, ആ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേലെല്ലാം മഹത്വം എടുക്കുന്ന ദിവസമാണ് നിന്റെ മുന്നിൽ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുവാണ്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നത് കരങ്ങളെ അടിച്ച് ദൈവനാമത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. ആമേൻ. Glory to God. Hallelujah. We worship you, Father. We worship you, Jesus. Amen. Hallelujah. കർത്താവ് പറയാണ്, വേറെ ഒരുത്തൻ അതിന് മഹത്വം കൊടുക്കാൻ ദൈവം സമ്മതിക്കരുത്. Hallelujah. Amen. Hallelujah. നീ വിചാരിക്കുക നിന്റെ പ്ലാനുകൾ അറിയോ, അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടിയാൽ എനിക്ക് ഇവിടുത്തെ കടം തീർക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്, ആ ലോണൊന്ന് പാസ്സാവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരും. നോ. Hallelujah. 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 കർത്താവ് പറയുന്നു, മോനെ അതിലൊന്നിലും ഹല്ലേലൂയ അല്ലെ ലോൺ കിട്ടുന്ന, ലോൺ പാസ്സാകുന്നില്ല. ചിലർ പറയുന്നത് നമുക്ക് 10 ലക്ഷത്തിൽ ലോൺ അപേക്ഷിച്ചു, ചിലർ സാക്ഷ്യം പറയുന്നത് നമ്മൾ വാവിളിച്ചിരിക്കും, ഇങ്ങനെ 10 ലക്ഷത്തിന് അപേക്ഷിച്ചു, 20 ലക്ഷം ലോൺ കിട്ടി. ലോൺ എടുക്കുന്ന അല്ല ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ലോൺ ഒരു ബാധ്യതയാണ്. ഹല്ലേലൂയ. ആമേൻ. അത് നിന്നെ കൂടുതൽ ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഈ വർഷം തന്നെ വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ദൈവജനത്തെ കൊണ്ടുപോകും. ആമേൻ. നീ കർത്താവിനോട് ചേർന്നിരിക്കുവാണെങ്കിൽ നീ അത്ഭുതം കാണും. ഹല്ലേലൂയ. അത് എത്ര താറുമാറി കിടക്കുന്ന വിഷയമാണെങ്കിലും, എത്ര കടബാധ്യത ഞെരുക്കത്തിലേക്ക് നോക്കിയേ. ലാസറസ് അടക്കം ചെയ്ത് വെച്ചിരിക്കുക. ഹല്ലേലൂയ. സഹോദരി അങ്ങോട്ട് പറയാണ്, കർത്താവേ ചീഞ്ഞുപോയി, നാറ്റം വെച്ചു, ഈ പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേറ്റഡാ, ഈ കടബാധ്യത നീ പുറത്തു വരുമെന്ന് തോന്നുന്നില്ല, കാരണം ചെത്തിയ. ഹല്ലേലൂയ. ഇനി വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഹല്ലേലൂയ കർത്താവ് പറയുവാണ്, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു പറഞ്ഞു, വേറെ ആരുടെയല്ല, ദൈവത്തിന്റെ മഹത്വം. ദൈവജനം ഇത്രയും ചെയ്താൽ മതി. വിശ്വസ്തി ഉണ്ടെന്ന് കഴിഞ്ഞ നാളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു. അപ്പൊ വിശ്വസിക്കുന്നവന് ദൈവം പ്രവർത്തിക്കുവാനും വക കൊടുക്കും. ഹല്ലേലൂയ. ചിലർ പറയുന്നില്ലേ, ഒരു 10 ലക്ഷം കിട്ടിയാൽ കുറച്ച് പേർക്ക് ദാനം ചെയ്യാറ്, അങ്ങനെ അല്ലാണോ? അതല്ല അനുഗ്രഹം. ചിലവർ ചിന്താകില്ല. ഹല്ലേലൂയ അല്ലെ, ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ട് അല്ലെ നേർച്ച കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ ഇട്ടപ്പോ ഹല്ലേലൂയ യേശു തന്നെ എന്നെ വിശ്വസിപ്പിക്കുന്നത്, അവൾക്ക് അവളുടെ ഇല്ലായ്മയെന്ന് അവൾ ഇട്ടത്. നോക്കിക്കേ. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അത് എണ്ണപ്പെട്ടു. ഹല്ലേലൂയ. അവളുടെ ഇല്ലായ്മയില് അത് ദൈവത്തിന് കൊടുത്തപ്പോ അല്ലെ, കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്ന, നീ എങ്ങനെ നീ കൊടുത്താൽ എന്ത് ചെയ്യപ്പെടും അല്ലെ, ദൈവം വലിയ ഒരു അളവിൽ നിന്റെ കയ്യിലേക്ക് തരുന്നു പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇല്ലായ്മയിൽ കൊടുക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുന്നത് വിശ്വാസത്താലാണ്. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ദശാംശം ഇടാനാണെങ്കിലും ഓഫറിങ്സ് കൊടുക്കാനാണെങ്കിലും അല്ലെ, എന്റെ ഒന്നുമില്ലല്ലോ, പക്ഷെ ആ ഇല്ലായ്മയിൽ കൊടുക്കുന്നവരെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നീ കൊടുക്കാനുള്ള മനസ്സ് വിശ്വാസത്തിലാണ് വളർന്നത്. അപ്പൊ ഇല്ലായ്മ കൊടുത്ത് ശീലിച്ചാൽ
നാളെ നീ ഉള്ളപ്പോഴും കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ഇല്ലെങ്കിൽ 10 അല്ല 10 കോടി കിട്ടിയാലും നീ ഒരുത്തനെ സഹായിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കാരണം അതിൻ്റെതായ റീസൺസ് നീ അപ്പോൾ പറയും, അതിൻ്റെതായിട്ടുള്ള എക്സ്ക്യൂസസ് നീ അപ്പോൾ നിന്റെ വായിന്ന് വരും. ഹല്ലേലൂയ. അയ്യോ ബ്രദറെ അത്രയൊന്നും എടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. 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 നീ കർത്താവിന് വേണ്ടി ഇല്ലായ്മയിൽ നിന്ന് നിന്റെ കൈ തുറക്കുവാണെങ്കിൽ നീ മഹത്വം കാണും കർത്താവ്. നീ അങ്ങനെ ഒരു ക്യാരക്ടറാണ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ബിഹേവിയറിനെ കുറിച്ചല്ല പറയുന്നത്, അല്ലേ? അല്ലെ നല്ല സമയം അല്ലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലെ ഞായറാഴ്ച പള്ളി വരുമ്പോ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോ അല്ലെ പ്രൈസ് ദി ലോർഡ് ബ്രദറെ, പിന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല പറഞ്ഞത്, ആ ഒരു ബിഹേവിയറിലല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഇത് രണ്ടും രണ്ടാ, ക്യാരക്ടർ അങ്ങനെയല്ല. ഹല്ലേലൂയ. ക്യാരക്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ നീ എന്താ അറിയോ, ഒരാൾ പ്രൈസലോട് പറഞ്ഞിട്ട് പിന്നെ അവനെ കുറിച്ച് എന്ത് ചിന്തിക്കും, ഇവനൊക്കെ പ്രൈസലോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, അല്ല സഹോദരൻ കാർ മേടിച്ചു, അവന് ജോലി കിട്ടി എന്ന് പറയുമ്പോൾ എന്താ, ഉള്ളം കൊണ്ട് സന്തോഷിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. എന്താ കർത്താവ് ഇനിയും അവനെ അനുഗ്രഹിക്കുന്നതെന്ന് പറയുന്ന മനസ്സുണ്ടെങ്കിൽ ഹല്ലേലൂയ. ആമേൻ. ജഡത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് എന്താ, ജഡത്തിന്റെ ചിന്ത നാശമാണ് വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നാശമാണ് അട്രാക്ട് ചെയ്യുന്നത്, നാശത്തെ ആകർഷിച്ചുകൊണ്ടിരിക്കും. നാശമായ വഴികളെ എപ്പോഴും ജഡം ഇങ്ങനെ മുന്നിലേക്ക് നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ആത്മാവിന്റെ ചിന്ത എന്താ, നിത്യജീവനിലേക്കാണ് നിന്നെ നയിക്കുന്നത്. അത് തന്നെ ദൈവത്തിന്റെ ആത്മാവോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവികമായ വഴികളിൽ നടത്തുവാൻ എപ്പോഴും നിന്നെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മ. ഇല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പോവാണെങ്കിൽ അല്ലെങ്കിൽ കൂട്ടായ്മ വരുവാണെങ്കിൽ സഹോദരൻ എന്ന പുതിയ ഷർട്ടോണ്ടിരിക്കുന്നു, നോക്കി കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവരൊക്കെ പുതിയ കാറ് മേടിച്ചു, ഞങ്ങൾക്കിപ്പോ ഒരു സൈക്കിൾ പോലും ഇത്രയും കൊല്ലമായിട്ട് മാറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അനുഭവം. സംഭവം മനസ്സിലാവുന്നുണ്ടോ? കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതായത് എന്തൊക്കെയോ നീ തന്നെ വരുത്തി തീർക്കണം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് വരുത്തി തീർക്കാൻ, എനിക്ക് കാറ് വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തോ നീ ഇല്ലായ്മയിൽ വരുത്തി തീർക്കുന്ന സംഭവമല്ല, വിശ്വാസത്താൽ നീ കർത്താവിന്റെ സമൃദ്ധി പ്രാപിച്ചോ. ഹല്ലേലൂയ. ദൈവജനത്തെ കുറിച്ച് പറയുവാണ്, അവര് എങ്ങനെയാ രാജകീയ പുരോഹിത ഗണമാക്കി ദൈവം വെച്ചിരിക്കുവാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി കാണിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ സംസാരം മാറണം, അല്ലെ? എപ്പോഴും അതില്ല ഇതില്ല എന്ന് പറയുന്നത് രീതിയിൽ ചിന്താഗതി മാറിയിട്ട് എങ്ങനെയാ, അല്ലെ? എനിക്കിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. ഇന്നൊരു പുതിയ ഷർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഭക്ഷണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഇതെനിക്ക് ലഭിച്ചത് ഞാൻ അധ്വാനിച്ചു, ഞാൻ ഉണ്ടാക്കി എന്ന് പറയാനല്ല, ദൈവം എനിക്ക് തന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റു, ഞാൻ യാത്ര ചെയ്തു, ഓഫീസിൽ പോയി തിരിച്ചു വന്നു, ദൈവം എന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു. അവന്റെ ദൂതന്മാരായി എനിക്ക് കാവലായിരുന്നത്, ഇടത്തും വലത്തും മുന്നിലും പുറകിലും ഒക്കെ ആയിട്ട് കാവലായിട്ട് നിന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്ന് പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളത് ഹല്ലേലൂയ നിന്റെ വായിൽ നിന്ന് വരണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, അത് വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന് മഹത്വം ചെല്ലുന്ന കാര്യങ്ങൾ നിന്നിൽ നിന്ന് പുറത്തേക്ക് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും കംപ്ലൈന്റിങ് മോഡാ, ചിലര് മോഡ് മാറും. ഹല്ലേലൂയ. മിനിമം പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നിനക്കൊരു ചിന്താഗതി വേണ്ടത് ഇത്രേ ഉള്ളൂ, ഞാൻ എന്റെ കുറവുകളോടുകൂടി ദൈവം ഞങ്ങളുടെ സന്നിധിക്ക് വന്നാൽ ഞാൻ വന്നതുപോലെ തിരിച്ച് പോകത്തില്ല. ഞാൻ കുറവുകളോട് വന്നത്, പക്ഷെ ദൈവം എന്നെ നിറച്ച വിടുന്നു. ഹല്ലേലൂയ. എന്താണോ എനിക്ക് നഷ്ടപ്പെട്ടത്, ദൈവം എന്നെ അത് നിറച്ച് എന്താ ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, ദൈവം അത് മടക്കി വരുത്തിച്ച് അവന്റെ സ്നേഹത്തിന്റെ നിറം എന്നിൽ പകരും. ഹല്ലേലൂയ. ഇന്നിവിടെ വചനം വായിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, അവിടെ കർത്താവ് പറയുവാണ്, വേറെ ഒരുത്തനും ഞാൻ മഹത്വം വിട്ടു കൊടുക്കത്തില്ല. നീ യേശുവെ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, എല്ലാ സ്തുതിയും, നമ്മൾ പാട്ടോടെ എല്ലാ ആരാധനയും, എല്ലാ സ്തുതിയും, എല്ലാ സ്തോത്രവും, അല്ലേ കർത്താവ് അങ്ങേക്കുന്നത് നമ്മൾ പാട്ട് പാടുമ്പോ ഹല്ലേലൂയ, അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോ ഹല്ലേലൂയ, ഇത് ശ്രദ്ധിച്ചു കേട്ടണം. അവിടെ പറയുവാണ്, ഞാൻ ഒരുത്തനും എന്റെ മഹത്വം കൊടുക്കത്തില്ല. അതൊരു വായിച്ച മനവാക്യം 8. എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടു കൊടുക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ പറയാമോ? എന്നിട്ട് പറയുന്ന 9 വാക്യം നോക്കിക്കേ. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചു. കേട്ടോ, പണ്ട് പ്രസ്താവിച്ചത് ഇപ്പോ ഇതാ സംഭവിക്കുന്നു. എന്നർത്ഥം എന്താ അറിയോ, നീ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ
ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ചിലവർ വിചാരിക്കുന്നത് ATM-ൽ പോയിട്ട് കുത്തിയിട്ട് അപ്പം തന്നെ കാശ് എടുക്കുന്ന പോലെ പ്രാർത്ഥന ഉത്തരം അപ്പം തന്നെ വേണം ചിലവർക്ക്. ഹല്ലേലൂയ. കാത്തിരിക്കാനുള്ള മനോഭാവം ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ചിലവർ അയ്യോ ബ്രദറെ ഭയങ്കര പോരാട്ടം, ബ്രദറെ ഭയങ്കര പ്രശ്നമാണ്, പിശാച് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഞാൻ ഇവിടെ കർത്താവ് ആരാകും? ഹല്ലേലൂയ. ചിലവര് പിശാചിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ദൈവമായിട്ടുള്ള എന്തോ തുല്യ ശക്തിയാണ്. ഹല്ലേലൂയ. പിശാച് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നോക്കി സാത്താൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. നോക്കി ചിലവരുടെ ഡയറക്ഷൻ മനോഭാവം ഇങ്ങനെ, അതായത് പിശാച് ഒരു സൈഡിൽ നിൽക്കുന്നു, ഒരു നന്മയുടെ വശത്ത് നിൽക്കുന്നു, തിന്മയുടെ വശത്ത് പിശാച് നിൽക്കുന്നു. രണ്ടും എന്തോ ഒരു തുല്യ ശക്തികളിൽ നിന്നിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് പോലെ ചിലവരുടെ ചിന്താഗതി. വിശ്വാസികൾക്കുള്ളതാണ്. അങ്ങനെയാണോ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശു ഒരു ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ ഹല്ലേലൂയ അവിടെ ഒരുത്തൻ ഭൂതബാധിതനായി ഇരുന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്, അവിടെ ഓടി എന്ന് പറയുന്നുണ്ട്, സമയത്തിന് മുന്നേ ഞങ്ങളെ നീ നരകത്തിലേക്ക് അയക്കാൻ വന്നിരിക്കുകയാണോ? കാരണം പിശാചിന് പോലും പേടിയാ നരകത്തിലേക്ക് പോകാൻ. എന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നരകത്തിന്റെ അകത്ത് ഹെൽഫെയറിന്റെ അകത്തേക്ക് പോകാനായിട്ട് പിശാചുക്കൾ പോലും ഭയപ്പെടുക. ഇന്ന് വിശ്വാസിക്ക് ഒരു കൂടുതലുമില്ല. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. വിശ്വാസം എപ്പോഴും പോരാട്ടം, എപ്പോഴും പോരാട്ടം. ഹല്ലേലൂയ. നീ അറിയാതെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പിശാചിന് മാത്രം കൊടുത്തോണ്ടിരിക്കുക. ഈ പോരാട്ടം വിളമ്പിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഹല്ലേലൂയ. തീർന്നു കഴിഞ്ഞു പറയുമ്പോൾ നീ പിശാചിനെ മാത്രം കൊടുക്കുന്നത്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. ഓ തീർന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നീ പിശാചിനെ മാത്രപ്പെടുത്തുന്നേ. മറിച്ച് നീ പറയും റെഡിയാവും, എല്ലാം സെറ്റാവും, ഹല്ലേലൂയ എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആമേൻ. അല്ലേ? ദൈവം പ്രവാചകനെ കൊണ്ട് അസ്ഥിതാരങ്ങളെ കുറിച്ച് ചോദിക്കണം, അല്ലെ മനുഷ്യ ഈ അസ്ഥികളെ ജീവിക്കോ? നോക്കുമ്പോ ഒരു സാധ്യതയില്ല. കാലപ്പഴക്കമുള്ള അസ്ഥികള്, താഴ്വര തലയോട്ടികൾ കിടക്കുന്നു, തുടയുടെ അസ്ഥികൾ കിടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അല്ലെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് സ്റ്റെപ്പിസോ അല്ലെ? ചെവിക്കകത്തുള്ള ഇല്ല, എല്ലാവിധ അസ്ഥികളും ഉണ്ട് അവിടെ. ഹല്ലേലൂയ. ഒന്നും ഒഴിച്ചുവിടാൻ പറ്റാത്ത തരത്തിൽ പലരുടെയും പല വിധത്തിലുള്ള ആരോഗ്യമുള്ള ആളുകളുടെയും ഇല്ലാത്ത ആളുകളുടെ അടക്കം ഉള്ള അസ്ഥികൾ അവിടെ കണ്ടേക്കാം. ദൈവം ഇത്ര ചോദിച്ചു, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവ് അങ്ങേക്കറിയാലോ. പിന്നെ ഉണ്ടായിരുന്നത് ചരിത്രമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, അതിലേക്ക് പോകുന്നില്ല. ഹല്ലേലൂയ. ആ ജീവനില്ലാതിരുന്ന, ദ്രവിച്ചു കിടന്നിരുന്ന, അല്ലെ പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്ന ആ അസ്ഥികള് എഴുന്നേറ്റ് നിന്ന്, അല്ലെ ഞരമ്പുകളും മാംസവും എല്ലാം വെച്ചുപിടിപ്പിക്കപ്പെട്ട് കാണപ്പെട്ടതായിട്ട് ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കപ്പെട്ട ആ അസ്ഥിക്കൂട്ടം ഹല്ലേലൂയ എന്തായിത്തീർന്നു എന്നാ പറയുന്നത്? വലിയൊരു സൈന്യമായി തീർന്നു എന്നാ പറയുന്നത്. ആമേൻ. വെറുതെ ആരെങ്കിലും ഒരു മനുഷ്യരുടെ കൂട്ടമായി തീർന്നു എന്നല്ല പറഞ്ഞത്. വെറുതെ കിടന്നിരുന്ന അവിടെ എങ്ങനെയുള്ള അസ്ഥികളാണ്, ആരുടെ അസ്ഥികൾ ഒരു വിവരമില്ല എന്ന് പറയുവാണ് വലിയൊരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അപ്പൊ യോദ്ധാവായിട്ട് നീ എവിടെ ബലഹീനനായോ അതിന്റെ നടുവിൽ നിന്നെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയെന്നറിയോ? ഒരു യോദ്ധാവായിട്ടാണ് കാണപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്ന കർത്താവ് ഹല്ലേലൂയ ബ്ലെസ്ഡ് ബി ദ നെയിം. വചനം പറയുന്നു അവൻ എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു യുദ്ധം എനിക്കുള്ളതാണ്. എന്നാൽ നിന്നെ കൊണ്ട് കർത്താവ് ഒരു യുദ്ധം ചെയ്യിപ്പിക്കുകയല്ല, പക്ഷെ നിനക്ക് മനസ്സുണ്ടാവണം. എന്താ? പിശാച് നിന്നെ എതിർക്കുന്നുണ്ടെന്നും ദൈവികമായ തലങ്ങളിൽ നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്താ അതിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനല്ല, മറിച്ച് അതിനെ എതിർക്കുന്ന ഒരു മനോഭാവം നിന്നിൽ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ യുദ്ധം ചെയ്യുന്നത് ആരാ? നിനക്ക് വേണ്ടി ആ യുദ്ധം ചെയ്യുന്നത് ആരാ? കർത്താവാ. നീയല്ല, നീ പോലും അല്ല ഇത്. അപ്പം ഇവിടെ വിശ്വാസികൾ പറയും ഭയങ്കര പോരാട്ടം, ഭയങ്കര പ്രശ്നം. ഹല്ലേലൂയ. നീ സേഫായിട്ടിരിക്കാനാ പറഞ്ഞത്. പക്ഷേ ആറിന് പറയുന്നു അല്ലെ അവന്റെ സർവ്വ ആയുധ വർഗം അല്ലെ ധരിച്ചോളാന്നാ പറഞ്ഞത്. എടുത്തിട്ട് പോയി ചാടി വെട്ടിക്കോളാൻ പറഞ്ഞു. എല്ലാം ധരിച്ച് റെഡിയായിക്കോളാന്നാ പറഞ്ഞത്. വെട്ടിക്കോളാൻ പറഞ്ഞത് ചാടി. വിശ്വാസത്തിൽ ഭയങ്കര പോരാട്ടോ, പ്രശ്നോ കർത്താവില്ലാത്തതുകൊണ്ടാ.
കർത്താവ് വേണം. നിന്റെ മുന്നിൽ കർത്താവിനെ വെക്കണം. യുദ്ധം ചെയ്യുന്നത് നിനക്ക് വേണ്ടി ആരാ? കർത്താവാണ്. അത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അല്ലെ, ദുഷ്ട ആത്മസേനകളോടും അല്ലെ, അന്ധകാര ശക്തികളോടും വാഴ്ചകളോടും ദുഷ്ട ആത്മ. അപ്പൊ അതിനർത്ഥം എന്താ? പൈശാചിക തലങ്ങളുണ്ട്, പൈശാചിക ബന്ധനങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും പൈശാചികമായിട്ട് തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നീ പേടിച്ചു ഓടാനല്ല, മറിച്ച് നിന്റെ ഭവനത്തിൽ തന്നെ ആണെങ്കിലും പ്രാർത്ഥനയിലാണ് അതിന്റെ മേൽ ജയമെടുക്കുന്നത്. കാരണം നീ പ്രാർത്ഥിക്കുമ്പോ അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങിച്ച് അതിനെ എന്താ പറയാ, ജയം കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് പേടിച്ച് അയ്യോ അവിടെ ബാധിക്കപ്പെട്ടിരിക്കുക, അവിടെ വിശ്വാസമുള്ള ബ്രദറെ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്നവനല്ല ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ. കർത്താവ് അങ്ങന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മതിൽ ചാടി കിടക്കും എന്ന് പറയുന്ന ഒരു മനോഭാവം. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഇവിടെ പറയുവാണ്, 9ാമത്തെ വാക്യത്തിൽ പറയുവാണ്, പണ്ട് പ്രസ്താവിച്ചത് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടെന്താ? ഞാൻ പുതിയതറിയിക്കുന്നു. അപ്പൊ പഴയത് പണ്ട് പ്രസ്താവിച്ചത് നടക്കണം. നിന്റെ കഴിഞ്ഞ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇപ്പൊ നടന്നു വിശ്വസിച്ചു. ഹല്ലേലൂയ. നിന്റെ കടബാധ്യതകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ക്ഷീണങ്ങൾ ഇപ്പോ ഈ വചനം കേൾക്കുമ്പോ അതിന് നിവൃത്തിയായി, അതിന് ദൈവം സൗഖ്യമാക്കിയെന്ന് നീ ഇപ്പോ ഈ നിമിഷം വിശ്വസിക്കുമ്പോ ദൈവത്തിന്റെ അത്യന്തപേക്ഷിതമായ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവിടെ പറയുവാണ്, പണ്ടത്തെ എന്താണ്? പണ്ട് പ്രസ്താവിച്ചത് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ എന്നിട്ട് പറയുവാണ്, ഞാൻ പുതിയതറിയിക്കും. അതായത് ഇനി അങ്ങോട്ട് നോക്കിയ പണ്ട് പ്രസ്താവിച്ച കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്തോളൂ. ഹല്ലേലൂയ. പുതിയ തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. പുതിയൊരു ഡയറക്ഷനിലേക്ക് കർത്താവ് കൊണ്ടുവരും. പുതിയ പണികളെ ദൈവം തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പറയുവാണ്, അത് ഉത്ഭവിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യും? കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്ന എത്ര പേരുണ്ട്? ഓൺലൈനിലും ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്നവർ എത്ര പേര് കേൾക്കുന്നുണ്ട്? ദൈവത്തിന് മറന്നുകൊണ്ട് കർത്താവ് ഞാൻ കേൾക്കുന്നു എന്ന് പറ. ഹല്ലേലൂയ. ഇന്ന് അവിടെ നിന്ന് കേൾപ്പിക്കുന്നത് ഞാൻ കേൾക്കുവാണെന്ന് പറയാൻ റെഡിയാണെങ്കിൽ ദൈവം പറഞ്ഞത് കൽപ്പിച്ചത് ഇന്ന് ഈ നിമിഷം നടക്കും. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. വാദമെന്ന് പറ, പുതിയത്. ഹല്ലേലൂയ. അല്ലെ, പഴയതല്ല. അല്ലെ, നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? പഴയതിനോടല്ല, പുതിയത് വേണം. ബ്രാൻഡ് ന്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞതല്ല വേണ്ടത്. ഇനി മുതൽ ആരെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല, ഇനി എനിക്ക് പുതിയത് വേണം കർത്താവേ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ആമേൻ. അതിനുള്ള വാഗ്ദ ദൈവം തരും. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ എന്താ? പുതിയത് കൊടുക്കാനുള്ളത് ദൈവം നിനക്ക് വാഗ്ദ തരും. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവചനം 48:11-12 വാക്യം വായിക്കാവോ? യെശയ്യാ പ്രവചനം. എന്റെ നിമിത്തം തന്നെ ഞാൻ അവിടെ പറയുന്നത് കേട്ടോ, എന്റെ നിമിത്തം. കർത്താവ് പറയുന്ന എന്റെ നിമിത്തം, എന്റെ നിമിത്തം തന്നെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്, ഞാൻ നിരൂപിച്ചിരിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. നീ പഠിപ്പിച്ചു കൊടുക്കാനും ഓർമ്മപ്പെടുത്താനും പോകണ്ട. ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞു, ചില വിഷയങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞ നാളിൽ കേട്ടു. ഇനി ആ മണ്ടത്തര നമ്മളെ ദൈവമക്കൾ ചെയ്തേക്കരുത്. ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങൾ എങ്ങനെ അറിയിക്കണം എന്ന് പറയുന്നത്? സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക വേണ്ടത്. അത് അറിയിച്ചു കഴിഞ്ഞോ? അറിയിച്ചിട്ടുണ്ടോ? പിന്നെ വീണ്ടും കൊണ്ടിങ്ങനെ കർത്താവേ, അല്ല ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞ പോലെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, ഡിന്നർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ, അല്ലെ, അപ്പൊ ലഡു ഉണ്ടോ, ജിലേബി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ല.
നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ ചോദിച്ചോണ്ടിരിക്കണം എപ്പോഴും. നമ്മുടെ അപ്പന് ഒരു 100 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ, ഒരു 10 കാറുണ്ടെങ്കിൽ, എപ്പോഴും മോൻ ചോദിച്ചത് അപ്പോ ഒരു റബ്ബർ മരം എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു റബ്ബറും കായ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഒരു കാർ എടുത്തോട്ടെ, ഞാനൊന്ന് കട വരെ പോകും. ഹല്ലേലൂയ. അതിന്റെ ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. നീ മക്കളാണെങ്കിൽ നിനക്ക് അവകാശമുള്ളത് കൊണ്ട് നീ അത് എന്ത് ചെയ്യും? കൂട്ടത്തിലൊരു കീ എടുത്തിട്ട് എന്റെ ആവശ്യം കാണും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ, അത് ദൈവത്തിന്റെ മഹത്വത്തോടുകൂടെ, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വീകരണത്തിലൂടെ നീ ദൈവത്തോട് അറിയിക്കണം. നിന്റെ ആവശ്യങ്ങൾ അറിയിക്കണം. നിന്റെ ആവശ്യങ്ങൾ എന്താണ്? അറിയിക്കണം. ഹല്ലേലൂയ എന്ന് വചനം പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ അത് കർത്താവിനെ അറിയാം. പക്ഷെ അത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിച്ചാണ് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ? എല്ലാവർക്കും ലഭിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? എന്നാ വിശ്വസിക്കുന്നവനെ ലഭിക്കും കേട്ടോ. വിശ്വാസത്തിൽ കർത്താവിനോട് ചോദിക്കുന്നവനെ ലഭിക്കുക തന്നെ ശരി, ഒരു സംശയം വേണ്ട. ഹല്ലേലൂയ. കാരണം അവൻ ചോദിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാണ്. പക്ഷെ എന്താണ്? വിശ്വാസത്തിന് ഒരു അടിസ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്താ അറിയോ? മക്കളെന്ന അവകാശമുള്ളതുകൊണ്ട്. അപ്പനോട് എങ്ങനെ ചോദിക്കും? അപ്പോ കരഞ്ഞു കുഴിഞ്ഞ് നിന്റെ ആവശ്യമോ? അല്ലെ, കർത്താവ് തന്നെ പറയുന്നുണ്ട്, അല്ലെ, ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ കൂട്ടിവെക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ എന്തെടുക്കും, എന്ത് തിന്നും, എന്ത് കഴിക്കും, അല്ലെ എന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? പിന്നെ ഇന്ന് വിശ്വാസം വിചാരപ്പെടുക കാര്യമുണ്ടോ? ഈ കാര്യമുണ്ടോ? അപ്പൊ വിചാരപ്പെട്ടതുകൊണ്ട് വല്ലതിനോടും വല്ലതും കൂട്ടിച്ചേർക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അത് തന്നെ യേശു പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ തന്നെ അല്ലെ പിതാവിനോട് അറിയിക്കുമ്പോ അതിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു എന്നും അത് നിനക്ക് ലഭിച്ചു എന്നും നീ വിശ്വസിക്കേണ്ടതാകുന്നു. എന്നാൽ വിശ്വസിക്കുന്ന ഏവനും ലഭിക്കും, വിശ്വസിക്കാത്തവനും ലഭിക്കൂ? ഇല്ല. വിശ്വസിക്കാത്തവൻ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും സംശയിക്കുന്നു. കാരണം യേശു വെള്ളത്തിൽ കൂടി നടന്നപ്പോ പത്രോസിനോട് അല്ലെ വരിക എന്നാ പറഞ്ഞത്. പത്രോസ് ചോദിച്ചു, ഞാനും കൂടി വന്നോട്ടെ കർത്താവേ. എന്നാ എല്ലാ അവന്മാരും കൂടി വാങ്ങാൻ പറഞ്ഞോ കർത്താവ്? അവന്മാരെ കൂട്ടിക്കോ എന്നാണോ പറഞ്ഞത്? അല്ല. ഒരുത്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുക്കും. പക്ഷെ പത്രോസ് കുറച്ചാണെങ്കിൽ നടന്നു അല്ലെ, കുറച്ചാണെങ്കിൽ വെള്ളത്തിലൂടെ നടന്നപ്പോഴാണ് മുങ്ങിപ്പോയത്. ഉടനെ കർത്താവ് ചോദിക്കണം, അല്പവിശ്വാസിയെ നീ സംശയിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി, നമ്മുടെ വിശ്വാസ ജീവിതത്തിലായിട്ട് സംശയത്തിന് ഒരാളും കൊടുക്കരുത്. അത് ട്രാപ്പ്. ഹല്ലേലൂയ. 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 അല്ലെ, ചിലവര് എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രദറെ എത്ര മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ചിലവർ അമ്പലത്തിൽ നിന്ന് ശാന്തി മറ്റേ മന്ത്രം ചൊല്ലുന്ന പോലെ എങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അന്യഭാഷ എന്താ? ഹല്ലേലൂയ. അന്യഭാഷകളിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറഞ്ഞ കാര്യം എന്താ? നിനക്ക് ആത്മീയ വർധന വരുത്തുന്നതാ. നിന്റെ പേഴ്സണൽ പ്രയറിന്റെ ടൈമില് നീ അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാർത്ഥനയിൽ കർത്താവിനോട് ആത്മീക മർമ്മങ്ങളെ ആരായുവാൻ ദൈവത്തിന് അവിടെ അല്ലെ ഉച്ചരിച്ചുകൂടാനാവാത്ത ഞരക്കം. നമുക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. റോമലേഖനം 8 പറയുവാണ്. എന്നാൽ ഉച്ചരിച്ചുകൂടാനാകാത്ത ഞരക്കങ്ങളോടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആത്മാവോട് തുണ നിൽക്കുവാണ്. ഓക്കെ, അന്യഭാഷകൾ പഠിക്കും. ഓക്കെ, സഭക്കകത്ത് വരുമ്പോ എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കടന്നു വരുന്നവനോട് ഇവരെന്താ ഏത് ഭാഷയിലേക്ക് പ്രാർത്ഥിക്കുന്നു എല്ലാം മനസ്സിലാവോ? ഇല്ല. എന്നാൽ അവിടെ വിവേചിക്കുന്നവൻ അല്ലെങ്കിൽ എന്താ പറയാ വ്യാഖ്യാനിക്കുന്നവൻ വേണം. ഹല്ലേലൂയ. ഒരു വചനമുണ്ടെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാനുള്ള വരം കൊടുത്തിട്ടുണ്ട്. അന്യഭാഷ എന്തോ നോക്കിയേ, നീയും കർത്താവും തമ്മിലുള്ള ഭാഷ. അതിനെ ആരും എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഹീബ്രു ആണെന്നോ ഇത് മറ്റൊരാണോ മറിച്ചാണെന്നോ ഒന്നുമല്ല. ചിലർ ധരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷ എന്ന് പറയുന്നതാണ് ഇതെന്നാ ധരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ അല്ലെ
അഗ്നിനാവ് പിളർന്നതുപോലെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി. അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അതാണ് അവിടെ നിന്നവര് കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇവര് സംസാരിക്കുന്നത് ഞങ്ങളുടെ മാതൃഭാഷയിലാണല്ലോ എന്ന്. അത് നോക്കി ക്ലാരിറ്റി ഇല്ലാണ്ടല്ല അപ്പൊ സംസാരിച്ചത്. ഇന്നൊരുത്തൻ നോക്കി അന്യഭാഷ പറയുമ്പോൾ നോക്കി അതിന്റെ പുറകെ പോട്ടെ എന്നതാ, സ്പാനിഷ് ആണോ സംസാരിക്കുന്നത്, ഇനിയിപ്പോ പോർച്ചുഗീസ് ആണോ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതിനെ ചികിത്സകയാൻ പോവാ ചിലവര്. വേദപുസ്തകം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നീ അന്യഭാഷ വരം നിനക്ക് ലഭിച്ചിരിക്കുന്നത് ഹല്ലേലൂയ നിനക്ക് തന്നെ ആത്മീയത വരുത്താൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അത് നീ എത്ര സമയം വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥന നീ അത് കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷെ ആ അന്യഭാഷ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുന്നുണ്ട്, എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം, പക്ഷെ വ്യാഖ്യാനിക്കുന്നവനും കൂടെ വേണം. ഹല്ലേലൂയ, ആമേൻ. വചനം വ്യാഖ്യാനിക്കുന്ന, വചനത്തെ ആത്മാവിൽ അല്ലേ ജനത്തിലേക്ക് എത്തിക്കുന്നവൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മാർക്കറ്റിൽ നിന്ന് അമ്മച്ചി പോയി മീൻ മേടിച്ചിട്ട് വന്നിട്ട് നേരെ ചട്ടിക്കകത്തിട്ടിട്ട് വല്ല വെള്ളം ഒഴിച്ച് അല്ലെ തീയും കത്തിച്ചിട്ടുള്ള ഒന്നും കിട്ടില്ല, അങ്ങനെ തന്നെ ചട്ടിയപ്പാട് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മക്കളെ മീൻകറി റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ? കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല അല്ലേ? ഹല്ലേലൂയ. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. എല്ലാം ഒന്ന് ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ദൈവം നിനക്ക് ആത്മാവിൽ ഒരു വചനം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് നീ ശുശ്രൂഷ ചെയ്യുവാണെങ്കിൽ പോലും അതിനെ വെറുതെ വന്ന് വിളിച്ചു പറയാനുള്ളതല്ല. അതിന്റെ ആത്മാവിലുള്ള കണക്ഷൻസ് ചോദിച്ച് അതിന്റെ എന്താണ് നീ സംസാരിക്കേണ്ട വിഷയം, കർത്താവ് എന്താണ് എന്ന് കർത്താവിനോട് ചോദിക്കണം. എന്നിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. വായിത്തോന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ. അപ്പൊ അതിന് അങ്ങനെ ചെയ്യുന്നവർ, ദൈവം ഉപയോഗിക്കുന്നവര് കർത്താവിനോട് ബന്ധമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. വചനം കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്ന കാര്യമല്ല പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവുമായിട്ട് അല്ലെങ്കിൽ കർത്താവുമായിട്ട് നിനക്ക് വ്യക്തിപരമായ ഒരു ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ കൂട്ടായ്മ. അവിടെ വചനം വായനയുണ്ട്, ആരാധനയുണ്ട്. ചിലപ്പോൾ ആരാധിക്കാൻ തോന്നും, പാട്ടൊക്കെ പാടി സ്തുതിക്കാൻ തോന്നും. കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആ വിശ്വാസത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിനക്ക് കർത്താവ് ആത്മാവിൽ വചനങ്ങൾ തരാൻ തുടങ്ങും. ചിലപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനോട് കണക്ട് ചെയ്ത വചനങ്ങൾ കർത്താവ് വീണ്ടും തരും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ വന്നിരുന്നിട്ട് ഹല്ലേലൂയ ബ്രദറെ എത്ര മണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിക്കും എന്ന് ചോദ്യം ചെയ്യുന്നൊരു പരിപാടിയല്ല. ഇത് കാണാപ്പടം പഠിച്ച് നോക്കേ. നിങ്ങൾക്ക് ആപ്പിളിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയും. അറിയാവുന്നവരാണെങ്കിൽ ഉടനെ പറയും അല്ലേ? ആപ്പിളിന്റെ സ്പെല്ലിംഗ് പറയും. ഹല്ലേലൂയ. നീ ആപ്പിൾ എന്ന് പറയുമ്പോ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞെന്ന് പറയുമ്പോ അറിയില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഇച്ചിരി കൺഫ്യൂഷൻ ആവും. കാരണം വെച്ചിട്ട് അയ്യോ എനിക്കറിയില്ലല്ലോ ബ്രദറെ, പക്ഷെ ആപ്പിളിന്റെ സ്പെല്ലിംഗ് എനിക്കറിയാം എന്ന് ചാടിക്കയറി പറയാനുള്ള ഒരു സംഭവം അല്ലെ? നോക്കി, നമ്മൾ ക്ലാസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഉത്തരം നമ്മൾ അല്ലെ ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ അറിയാവുന്ന ഉത്തരവാണ് ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ തലേക്ക് ഇങ്ങനെ ഉയർത്തി എന്നോട് ചോദിച്ചാൽ ഇനിയിപ്പോ ഉത്തരം അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ ഒളിച്ചു നിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ? പൊക്കമൊക്കെ ചിലവരുടെ കുറവ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത്. ചിലവർ ഇച്ചിരി ഹൈറ്റൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കും. എന്നോട് ചോദിക്കുക അല്ലെ? ഹല്ലേലൂയ, ആമേൻ. അപ്പൊ കർത്താവുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടാവണം. അത് ശുശ്രൂഷ ചെയ്യാനാണെങ്കിലും ഹല്ലേലൂയ, കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാനാണെങ്കിലും ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണെങ്കിലും കർത്താവുമായിട്ടൊരു ബന്ധമില്ലാതെ ഇത് സാധ്യമല്ല. ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവുമായിട്ട് കൂട്ടായ്മ പാലിക്കാതെ നിനക്കത് ചെയ്യാൻ സാധ്യമല്ല. ഇല്ലെങ്കിൽ കേവലം ക്രൈസ്തവനോട് പറഞ്ഞിട്ട് പോകുന്ന വിശ്വാസിയായിട്ട് നടക്കാം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ കർത്താവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ജഡത്തിലുള്ള ബന്ധമല്ല. അല്ല, ജഡത്തിൽ നിനക്ക് അനുസരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിലാണ് ബന്ധം വെളിപ്പെടുന്നത്. കാരണം ദൈവം ആത്മാവാകുന്നു. അപ്പൊ ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പാലിക്കണമെങ്കിൽ ആത്മീയമായ ബന്ധം വെളിപ്പെടണം. അതാ യേശു പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ച എത്ര അധികം തരുന്ന. ഹല്ലേലൂയ. തരാതിരിക്കുന്നല്ല പറഞ്ഞത് അല്ലെ? അല്ലെ, നോക്കി തരത്തില്ല എന്ന് പറഞ്ഞോ? ഇല്ല, നിങ്ങൾ ചോദിച്ചാൽ തരും. നിങ്ങളുടെ ആവശ്യമാണ്.
അപ്പൊ ആവശ്യം നിങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറയുന്നതാണ്. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് വരും, പക്ഷെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നിങ്ങൾ സ്വയം പരിശോധിപ്പിൻ. നിങ്ങൾ പരിശോധിക്കണം, കേൾക്കുന്നവൻ പരിശോധിക്കണം. ഈ എല്ലാ പ്രവചനവും കർത്താവിനുള്ളതല്ല. ശവമെടുത്ത് കഴുക്കൾ കൂടും. അപ്പൊ ആൾക്കൂട്ടം ഹേതുവായിട്ടല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. ആൾക്കൂട്ടം വലിയൊരു അല്ലെ നിറഞ്ഞു കുത്തി ആളുകൾ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തിലല്ല ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ മാത്രമല്ല ആടുകളായിട്ടുള്ളത്, എനിക്ക് പുറത്തും ആടുകളുണ്ട്. അതായത് അതിന്റെ അർത്ഥം അറിയോ, എന്നെ കേൾക്കുന്നവര് നോക്കിയേ, ഒരു ചട്ടത്തിന്റെ അകത്തിരിക്കുന്നവർ മാത്രമല്ല, ഞാൻ വ്യക്തിപരമായിട്ട് പുറത്ത് നടത്തുന്ന ആടുകളും എനിക്കുണ്ട്. എനിക്ക് പുറത്ത് പബ്ലിക്കായിട്ടൊക്കെ നിന്ന് സുവിശേഷം പറയുന്നത് വലിയ ഇഷ്ടം. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കാറുണ്ട്. കാരണം എന്താ അറിയോ, ദൈവത്തിന്റെ ആത്മാവ് അവർ ഉപയോഗിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ നോക്കി, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, നാളെ മുമ്പിൽ പോയി അങ്ങനെ നിൽക്കും. നോക്കി ചിലവര് അതിശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര അത്ഭുതകരമായിട്ട് നോക്കി നിൽക്കാറുണ്ട്. കാരണം എന്താ അറിയോ, ദൈവമേ അവരെങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്? കാരണം അല്ലെ, വലിയൊരു ജംഗ്ഷനിലൊക്കെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് ചുമ്മാ വിളിച്ചു പറയാ, സുവിശേഷം കർത്താവിന് വേണ്ടി സംസാരിക്കുക, മാനസാന്തരപ്പെടും. അല്ലെ, യോഹന്നാൻ പണ്ട് പറയുന്നത് മാനസാന്തരപ്പെടും. നോക്കി സമയം എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസികള് ചർച്ചിലും ഹല്ലേലൂയ ചില കൂട്ടായ്മകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുക. യേശു പറഞ്ഞെന്താ, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോവിൻ. എന്ത് ചെയ്യാനാ പറഞ്ഞത്? സുവിശേഷം അറിയിപ്പിൻ എന്നാ പറഞ്ഞത്. ഇന്ന് വിശ്വാസികൾ പലരും എന്താ പറയാ, ഒരു മതപരമായ ചട്ടക്കൂടിലായിട്ട് ഒതുങ്ങി പോവുക. അവരുടെ പ്രവൃത്തി കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ എന്താ ചെയ്യുന്നത്? ചിലടത്ത് ചിലർ ഒതുങ്ങി പോവുക. കാരണം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാവരും കൂടി ഒരു സഭയെന്നാ പറഞ്ഞത്. ഓക്കെ, അവരെല്ലാവരും കൂടി നോക്കി ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് അല്ലെ നോക്കി അല്ലെ 11 അപ്പോസ്തലന്മാരും കൂടിയിട്ട് അല്ലെ നോക്കി ഒരു വലിയൊരു പള്ളി നമുക്ക് പണിയാം, എന്നിട്ട് അവിടെ നമുക്ക് കൂടിയേക്കാം എല്ലാവരും. ഞാൻ സീനിയർ പാസ്റ്റർ, നിങ്ങൾ ജൂനിയർ പാസ്റ്റർ അല്ലെ, അസോസിയേറ്റഡ് പാസ്റ്റേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് നിൽക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത്. ആണോ ആണെങ്കിൽ പറയണം, ഇതിന് കാണിച്ചു തരണം. അപ്പോസ്തലപ്രവൃത്തികൾ വായിച്ച് തീരാവുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഓരോ ദേശത്തേക്കും ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവാചകന്മാർ പ്രവചനമായിട്ട് അയച്ചതുപോലെ തന്നെ അപ്പോസ്തലന്മാരും വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാർ എന്ത് ചെയ്യപ്പെട്ടു? ചെതറിക്കപ്പെട്ടു. അവർ പല നാനാ ദേശത്തേക്കും അല്ലെ ദൈവത്തിന്റെ ആത്മീയ ലക്ഷ്യങ്ങളുമായിട്ട് അയക്കപ്പെട്ടു. യേശു പറഞ്ഞത് എന്താ എല്ലാവരോടും? നീയും പൊക്കോളാന്നാ പറഞ്ഞത്. എന്നാൽ വിശ്വാസിക്ക് വലിയ താല്പര്യമില്ല, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ കൂടിക്കോളാം. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വലിയ താല്പര്യം. പക്ഷെ കാറ് കിട്ടണം, വീട് കിട്ടണം, വലിയ വീട് പണിയാൻ ഞങ്ങൾക്ക് വലിയ പ്രശസ്തിയൊക്കെ വേണം, പക്ഷെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയില്ല. യേശുവിന്റെ രക്ഷയെക്കുറിച്ച് ഒരുത്തനോടെങ്കിലും സംസാരിക്കാനുള്ള കർത്താവിന് രക്ഷയുണ്ട്, യേശു നിന്നെ വിടുവിക്കും, യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, അവസാന നാളുകളിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവനായിരിക്കും. എന്തിനാ? ലുലുമാളി പോവാനാണോ? എന്തിനാ? പണക്കാരനാവാനാണോ? വലിയ ബില്യണിയർ ബിസിനസ്മാനായി മാറാൻ വേണ്ടിയിട്ടാണോ? എന്തിനായിരുന്നു? സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവനായിരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടി നിൽക്കാനാണ്, രക്ഷയുടെ വചനം വ്യാപരിക്കാനാണ്, ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇത് അടക്കി മറന്നിട്ട് പലരും എന്താ പറയാ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി, തട്ടുമുട്ട. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് വരാറായി കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കാത്ത സമയത്ത് ഹല്ലേലൂയ ആമേൻ കർത്താവ് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പലരും ഹല്ലേലൂയ വിശ്വാസത്തിൽ മടുത്തിരിക്കുമ്പോൾ തന്നെ, തളർന്നിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ കെണിയായി തീരുന്നിടത്തോളം ഹല്ലേലൂയ കർത്താവിന്റെ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ കർത്താവിന്റെ വരവ് നിനക്ക് ലാഭമായി മാറണം, അത് നിനക്ക് കെണിയായി മാറരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ അല്ലെ സമ്മുഖത്തിൽ നിന്ന്, കർത്താവിന്റെ മുഖപ്രകാശത്തിൽ നിന്ന് പ്രസാദകാലം അല്ലെങ്കിൽ പ്രസാദ വർഷം നീ രുചിക്കുവോളം അവനോട് ചേർന്ന് തന്നെ ഇരുന്നോണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. 11-12 വായിച്ചേ. ഞാനത് ചെയ്യും. എന്റെ നാമം ചോദിക്കുന്ന കേട്ടോ, ചോദിച്ചിരുന്നോ? എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് എങ്ങനെ? ഓക്കെ, അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിന്റെ ചിന്ത എങ്ങനെ?
ക്രിസ്തുവിനുള്ള ചിന്തയാണോ? ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടണം. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ആരായുവാൻ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കണം. കർത്താവിനെ എന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. അങ്ങേക്ക് വേണ്ടി സംസാരിക്കുവാൻ എന്നെ ഉപയോഗിക്കണമെന്നാണോ? പിന്നെ ചിന്ത എന്താ? പിന്നെ വലിയ ബിസിനസ്, അവിടെ കുറച്ച് സ്ഥലം മേടിക്കണം, ഇത് മാത്രം ചിന്തകളുള്ളൂ എങ്കിൽ ഐ എം സോറി, നിന്റെ മേൽ വന്നത് കർത്താവിന്റെ ആത്മാവല്ല. ഇവിടെ വചനം പറഞ്ഞു നോക്കിയേ, എന്റെ നാമം ദുഷിക്കപ്പെടുമോ? ചോദിച്ചേ നോക്കി, എങ്ങനെ ദുഷിക്കപ്പെടുന്നത് അറിയോ? ജനത്തിൽ കൂടി തന്നെ. ആരവനെ സ്വീകരിച്ചുവോ, രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്നുവോ, അവരിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്നത്. അതവിടെ ചോദിക്കുന്നത്. വായിച്ചത് അശുദ്ധമായി തീരുന്നത് എങ്ങനെ? എന്നിട്ട് പറയാൻ നോക്കിയേ, കണ്ടോ, വീണ്ടും പറയണ, ഞാൻ എന്റെ മഹത്വം വേറെ ഒരുത്തരും കൊടുക്കത്തില്ല. ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഹല്ലേലൂയ. ഒരുത്തരും കൊടുക്കത്തില്ല. വാശുമനെ, ഹല്ലേലൂയ. അവിടെ പറയുന്നത് കേട്ടോ, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്താണ്? എന്റെ വാക്ക് കേൾക്കുക. ഇന്ന് ഈ വചനം നീ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇന്ന് നീ കേൾക്കുന്ന സ്വരം കേൾക്കുന്നുണ്ടോ? കണ്ടവർ എന്റെ വാക്ക് കേൾക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കഴിഞ്ഞ നാളിൽ എവിടെന്നോ എന്തൊക്കെയോ കേൾക്കട്ടെ നടന്നതുപോലെയല്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുവാണ്. അത് ഓൺലൈനിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവരാണെങ്കിലും കർത്താവ് പറയുവാണ്, എന്റെ വാക്ക് കേൾക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ സുവിശേഷം കൊണ്ട് പോകുവിൻ, അനേകരെ രക്ഷയിലേക്ക് വിളിക്കണം, സ്നാനപ്പെടുത്തുവിൻ. എന്നാൽ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് കഷ്ടമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ അത് കഷ്ടം തന്നെ. ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള മനസ്സ് നിനക്ക് ഉണ്ടാവണം. ഹൃദയം നിന്നിൽ ഉളവാകണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം. അവിടെ വായിച്ചോമന വാക്യം, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. I am the Alpha and Omega. Hallelujah. Amen. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ഒരു വിഷയത്തിന്റെ തുടക്കവും അവസാനവും ഞാൻ തന്നെ. കർത്താവ് പറയുവാണ്. അപ്പൊ കർത്താവ് ചില പ്രവൃത്തികളെ നിന്നിൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തീർക്കുന്നവൻ, പൂർത്തീകരിക്കുന്നവനും കർത്താവായിരിക്കണം. നീ കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവപൈതലാണെങ്കിൽ അത് ഫുൾഫിൽ ചെയ്ത് കാണണം. എങ്ങനെയാണെന്നറിയോ? വലിയ പണക്കാരനായിട്ട് കർത്താവ് ഞാൻ വലിയ ബില്യണയർ, ഹല്ലേലൂയ, അതൊന്നും എനിക്കല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കളയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞത്. അതിനേക്കാൾ എളുപ്പമാണ് ഒട്ടകം സൂര്യക്കുഴക്കിട്ട് പോകുന്നത്. ഹല്ലേലൂയ. ശിഷ്യന്മാരെ ചോദിച്ചു, അങ്ങനെയാണ് കർത്താവേ, ഇത് ആർക്ക് സാധിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ആർക്ക് സാധിക്കും? പക്ഷെ കർത്താവ് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത്, ഹല്ലേലൂയ, മനുഷ്യർക്ക് അസാധ്യമത്രേ, എന്നാൽ ദൈവത്തിന് സർവവും സാധ്യം. അപ്പൊ നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിച്ചിട്ടല്ല ചിലത് നേടാൻ പോകുന്നത്, നീ അധ്വാനിച്ചതുകൊണ്ടല്ല ചിലത് നിനക്ക് പ്രാപിക്കാൻ പോകുന്നത്. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അത് നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കഴിവോ നിന്റെ ടാലന്റോ യാതൊന്നും അല്ല, ദൈവകരം പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഡ്യൂട്രോണമി 6:4-5 മുതൽ 12 വരെയുള്ള വാക്യം, 4-5 ആദ്യം വായിച്ചു. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം വായിക്കാമോ? ഹല്ലേലൂയ. ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായം 4-5 ആദ്യം വായിച്ചു 12 വരെ വായിക്കും. ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവേ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ നോക്കിക്കേ, ഇന്ന് കേൾപ്പിച്ച വചനം നിന്റെ ഹൃദയത്തിൽ കാണണം. കേട്ടിട്ട് കേട്ടവാടി പോകുന്ന പരിപാടിയല്ല, അടുത്ത ആഴ്ച വേറെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടിയല്ല. ഇന്ന് ദൈവം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എല്ലാവരും ഇത് കേൾക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല.
ഇന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിച്ചെങ്കിൽ, അത് ഓൺലൈൻ ആണെങ്കിലും കേൾക്കാൻ സാധിച്ചെങ്കിൽ, കർത്താവേ അങ്ങയുടെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ട്, അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചവനെ സന്തോഷത്തോടെ വായിക്കുക. ഇസ്രായേലേ കേൾക്ക. വായിച്ചോ. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവേ, നീ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കും. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോണം. വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. നോക്കിയേ, ഇന്ന് വിശ്വാസികൾ വന്ന് തമ്മിൽ കാണുമ്പോ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റോ കുറവോ പരാതിയാണോ പറയുന്നത്? നമ്മളെ ദൈവം നടത്തും. എങ്ങനെയുണ്ട് പ്രാർത്ഥനയൊക്കെ? നന്നായി പോകുന്നു. കർത്താവിന്റെ ആത്മാവിൽ നടത്തിപ്പൊക്കെ അങ്ങനെ ഉണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഒന്നും നടക്കത്തില്ല എന്നല്ല പറയുന്നത്. കർത്താവിനാൽ എല്ലാം സാധ്യമാകും. മനുഷ്യർക്ക് അസാധ്യം എന്ന് പറഞ്ഞു, പക്ഷെ കർത്താവിന്. അപ്പൊ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ആരാ? ഞാനാണോ? എന്റെ വിദ്യാഭ്യാസമാണോ? എന്റെ കഴിവാണോ? എന്റെ ആരോഗ്യമാണോ? എന്റെ സ്ഥിതികളെ മാറ്റുന്നത് എന്റെ കർത്താവാണ്. എന്റെ ജീവിതത്തിന്റെ ഗതികളെ, എന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മാറ്റുന്നവൻ എന്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. പലരും പറയും, ഓ ഇങ്ങനെ കൊണ്ടൊക്കെ വല്ലതും സാധിക്കുമോ എന്ന് പറയുമ്പോ ശരിയാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ എന്റെ ദൈവത്തിനാൽ എനിക്കെല്ലാം സാധ്യമത്രേ. എന്റെ ദൈവത്തിനാൽ എനിക്കെല്ലാം സാധ്യമത്രേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വായിച്ചവനെ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ അർത്ഥമായിരിക്കും. അവയെ നിന്റെ വീടിന്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളിൽ മേലും എഴുതണം. നിന്റെ ദൈവമായ യഹോവ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്നു. നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും. അവിടെ ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചവനെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത, നോക്കിയേ, നീ പണിതിട്ടില്ല, പിന്നെന്താ, വലുതുമാണ് നല്ലതുമാണ് പട്ടണങ്ങള് നീ നിറയ്ക്കാത്ത, പിന്നെന്താ, സകല സമ്പത്ത്, നീ അധ്വാനിച്ച് നേടാത്ത ചില സമ്പത്ത്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക്, സാമ്പത്തികമായ തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ മഹത്വം കൊടുക്കണം. കാരണം നമുക്കറിയാം നമ്മൾ കടന്നു വന്ന ദാരിദ്ര്യം എന്താണെന്ന്, ഇല്ലായ്മ എന്താണെന്ന്. നമ്മുടെ അപ്പന്മാരും അമ്മയുടെയൊക്കെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മൾ പറയണം, ഓ അപ്പൻ 100 ഏക്കർ റബ്ബർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്കില്ല കേട്ടോ. ഞങ്ങളുടെ അപ്പന്മാർക്കും അപ്പൂപ്പന്മാർക്കും ഉണ്ടായിരുന്ന വകകളൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒരു അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കോ, എന്റെ ഇല്ലായ്മയും എന്താണോ എന്റെ തലമുറ കാണാതിരുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഇനി ഞാൻ കാണാൻ പോകുന്ന തലമുറകളെല്ലാവരും, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട തലമുറയായിട്ടാണ് കാണാൻ പോകുന്നത്. അതായത് ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു ജനറേഷൻ, ദൈവം നടത്തുന്ന ജനം. അല്ലെ, ജനം കണ്ടിട്ട്, പുറത്തുള്ള ജനം കണ്ടിട്ട് പറയും, ഇവര് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. ഇവരുടെ മക്കളെ കണ്ട പറയണ, നിന്റെ മക്കളുടെ മക്കളെ നീ കാണും എന്ന് പറയുമ്പോൾ അവര് രോഗിയായി കിടക്കുന്നതും തകർന്നു കിടക്കുന്നതും താറുമാറായി കിടക്കുന്നതും ലഹരി ഉപയോഗിച്ച് അഡിക്റ്റഡ് ടു പോൺ എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ പോയി വീണ് കിടക്കുന്ന, പൈശാചികമായ തലത്തിൽ കിടക്കുന്ന ഒരു തലമുറയെ കുറിച്ചല്ല പറയുന്നത്. യേശുവിന്റെ സുവിശേഷത്തിന് വേണ്ടി
ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് വേണ്ടി കാലവർഷം നിൽക്കുന്ന ദൈവത്തിന്റെ ക്ഷണമാക്കി കാണിക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നോക്കി, നമ്മുടെ പുറകോട്ട് നോക്കി നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ആർക്കും അയ്യോ എന്റെ നെഞ്ചുവേന മാറി അല്ലെങ്കിൽ എന്റെ മുതുവേന മാറി എന്ന് ദൂതന്മാർക്ക് പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. എന്ന് നമുക്ക് പറയാൻ വകയുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു രോഗത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ, അയ്യോ നടുവേദന പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, ഓ അതിലും ദൈവത്തിന്റെ മഹത്വം വരാൻ പോകുക. നീ ഒരു രോഗത്തിലാണെങ്കിൽ, ഒരു ക്ഷീണത്തിലാണെങ്കിൽ, അതിന്റെ മേലും ദൈവത്തിന് നിന്റെ ശരീരത്തിൽ പോലും മഹത്വം എടുക്കുന്ന ദിവസമാണ് ഇന്ന്. ഇപ്പോ കേൾക്കുമ്പോ നിന്റെ മേൽ സൗഖ്യം വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ സൗഖ്യം നിന്റെ മേൽ വരട്ടെ. ഹല്ലേലൂയ. നിന്റെ അസ്ഥികൾ ഉറക്കട്ടെ. ഹല്ലേലൂയ. 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 ചില ഇൻഫെക്ഷൻസ് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. ചില ഹീലിംഗ്സ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Blessed be the name. Hallelujah. സ്തോത്രം. വായിച്ചോ, അവിടെ പറയുവാണ്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, യിസ്ഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്തതും വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന, അതായത് നിന്റെ അധ്വാനത്തിലൊന്നും കൂട്ടിയിട്ട് പോലുമില്ല, സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് ഞാൻ തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ, വായിച്ചോ, നിന്റെ അടിമ വീടായ ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കല്ലേ. ദൈവത്തിന്റെ അനുഗ്രഹം വന്നു കഴിയുമ്പോ നീ കർത്താവിന്റെ പദ്ധതിയും കർത്താവിന്റെ ഹല്ലേലൂയ ശുശ്രൂഷയെ മറന്നിട്ട് ഓടിപ്പോകല്ലേ. ഹല്ലേലൂയ. ഇന്ന് അനേകർ മറന്നുപോയതാണ്. യേശു പറഞ്ഞു, നിങ്ങൾ സുവിശേഷമായിട്ട് പോവുകയും ലോകത്തിന്റെ അറ്റത്തോളം പോകണം. ഹല്ലേലൂയ. എന്താ, അനേകരെ സ്നാനം കഴിപ്പിച്ചു അല്ലെ, എന്റെ നാമത്തിൽ അല്ലെ സ്നാനം കഴിപ്പിക്കണം, സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ന് പലരും ഇങ്ങനെ സ്റ്റക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയിരിക്കുക. അതൊക്കെ പാസ്റ്റർമാർ ചെയ്തോളും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല എന്ന് പറയുന്നത് നോക്കി. ഹല്ലേലൂയ. ഇതെല്ലാം അപ്പോസ്തലന്മാർ കൊള്ളാമെന്നാണോ പറഞ്ഞത്? ഹല്ലേലൂയ. 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 സകലവരും രക്ഷയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദിത്വമുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമേലാണെങ്കിൽ നിന്റെ മേൽ ഉത്തരവാദിത്വമുള്ളത് പിശാചിനല്ല, ദൈവത്തിനാണ്. അപ്പൊ നിന്റെ മേൽ അധികാരമുള്ളത് ആർക്കാ? യേശുവിനാണ്, ദൈവത്തിനാണ് നിന്റെ മേലുള്ള അധികാരം. ഹല്ലേലൂയ. അവിടെയാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചോളം പറയണം. കാരണം ചിലർ മറന്നുപോകും അല്ലെ, കുറച്ച് സാമ്പത്തികമൊക്കെ വന്നു കഴിയുമ്പോ പതിയെ ഇനിയിപ്പോ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ടോ, എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഒരു തരത്തെ കുറിച്ചല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അതാ പറഞ്ഞത്, നിന്റെ എല്ലായ്മയിലും നീ കൊടുക്കുന്നവനാണെങ്കിൽ, യേശുവിന് വേണ്ടി നിൽക്കുന്നവനാണെങ്കിൽ, നാളെ നിനക്ക് ഉണ്ടെങ്കിലും നീ അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതെ ദൈവം നിർത്തും. ഹല്ലേലൂയ. ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനാണെങ്കിൽ വൻ കാര്യങ്ങളിൽ നീ വിശ്വസ്തനായിരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എക്സോഡസ് അതിനകത്ത് എടുക്കണമെന്നില്ല, അതിനകത്ത് അല്ലെ ഒന്നും എടുത്തു മോനെ. എക്സോഡസ് 20:3-5 വാക്യം വായിച്ചു. 3 മുതൽ 5 വരെയുള്ള വാക്യം പുറപ്പാട് പുസ്തകത്തില്. ഹല്ലേലൂയ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഇത്രയുള്ളൂ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാവരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിന്റെയും പ്രതിമയും ഉണ്ടാക്കാൻ പാടില്ല. ഒരു പ്രതിമയിലല്ല നിന്റെ ആഗ്രഹം, നിന്റെ ആശ്രയം. അതായത് നടപ്പം പറയൂ, ജീവനില്ലാത്ത യാതൊന്നിലുമല്ല നിന്റെ ആശ്രയം വേണ്ടത്. ജീവനില്ലാത്ത നിർജീവ പ്രവൃത്തികളല്ല നീ ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. നിത്യജീവൻ നിനക്കും എനിക്കും വേണ്ടി നൽകിയ അതേ യേശു ക്രിസ്തുവിലാണ് നിന്റെ ആശ്രയം. ആ യേശുവിനെയാണ് നിന്റെ സർവ്വ ആരാധനയും മഹത്വവും ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. ഹല്ലേലൂയ. അതേ യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന യേശുവാണ്. നോക്കിക്കേ,
നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന യേശു സന്തോഷമില്ല കേട്ടിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ അവിടെ നിന്ന് ആരോ നിന്നെ സഹായിക്കും. നോ നോ നോ, യേശുവാണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. എന്ത് കാര്യം സംഭവിച്ചാലും നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്ത് സംഭവിച്ചാലും ദൈവത്തിന് മാത്രം കൊടുക്കും. ഹല്ലേലൂയ. എന്ത് അത് നോക്കി, ഒരു ബിസിനസ് തുടങ്ങി പൊട്ടിപ്പോയി, കർത്താവ് എന്തായാലും ചിലപ്പോൾ ദൈവം അതെനിക്ക് തന്നിട്ടില്ല, ദൈവത്തിന് മാത്രം എന്തായാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം സക്സസ്ഫുള്ളി ഇങ്ങനെ കൊണ്ടുപോകുന്നവരെ നോക്കി, ഒരു ബിസിനസ് തുടങ്ങും പാളിപ്പോയി കഴിയുമ്പോൾ അത് വിശ്വാസ എന്ന് പറയുന്ന പരിപാടിയല്ല. കാരണം ചിലപ്പോൾ ദൈവം തന്നെ വെച്ചിട്ടുണ്ടാവില്ല. നീ അതിൽ പോയി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ ദൈവം വെച്ചത്. അതുകൊണ്ടാണ് നിന്റെ ആത്തരത്തിലേക്ക് ദൈവം അയക്കാത്തത്. നീ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവനാണെങ്കിൽ ചില കാര്യങ്ങളിൽ നീ നകന്നു പോകുമ്പോൾ നീ പേടിക്കരുത്. ചില കാര്യങ്ങൾ നിനക്ക് കിട്ടാതെ വരുമ്പോൾ നീ മടുക്കണ്ട. കാരണം എന്താ അറിയോ, കർത്താവിന് അറിയാം അതിന്റെ മുന്നേ അതിന്റെ ഫ്യൂച്ചറിൽ എന്തോ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിന്നെ അതിൽ നിന്ന് ദൈവം സ്കിപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. എന്നും വെച്ച് പ്രാർത്ഥനയിൽ സ്കിപ്പ് ചെയ്ത് ആരാധനക്കും പോയാലെന്ന് പറഞ്ഞ് മാറി കിടക്കുന്നതല്ല കർത്താവിന്റെ ആരാധന. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. മോനെ ആ വാക്യം വായിച്ച് 3 തുടങ്ങി 5 വരെ ഉള്ളത് ഒരു വായിച്ചു വായിക്കാമോ? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നീനെ സ്വർഗ്ഗത്തിലേക്ക് 12 വരെ താഴെ ഭൂമിയിലേക്ക് ഭൂമിക്ക് കീഴെ വെള്ളത്തിലേക്ക് ഉള്ള യാതൊന്നിന്റെ പ്രതിമയരുത്. എന്നിട്ട് വായിച്ചു, അവയെ നമസ്കരിക്കുകയും ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും ആ ശാപം എന്ന് പറയുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഓക്കെ, നീ ഇന്നെടുക്കുന്ന ഒരു സിംഗിൾ ഒരൊറ്റൊരു തീരുമാനത്തിന്റെ അകത്ത് നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നു. നിനക്ക് ജനിപ്പാനിരിക്കുന്ന മക്കളെയും നീ കാണുന്ന പറഞ്ഞത്, അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും നീ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അയ്യോ ഞാൻ ഒരുമാതിരിയൊക്കെ എന്റെ പ്രായം നോക്കി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. മക്കളുടെ മക്കളെയും നീ കാണുന്നു. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. അപ്പോൾ ഇരിക്കുന്ന കുഞ്ഞു മക്കളാണെങ്കിൽ ഹല്ലേലൂയ നോക്കി, കർത്താവെ അങ്ങേക്ക് വേണ്ടി നിൽക്കുവാണെങ്കിൽ അത് വൻ കാര്യമാണ്. ചെറുപ്പക്കാരായിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നവരാണ്, സന്തോഷമാണ് കേട്ടോ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഈ ചെറുപ്രായത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വകയുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. അതിന്റെ കണ്ടിന്യൂ ചെയ്ത് വായിക്കാം. എന്റെ സ്നേഹിച്ച് എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു. 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തന്റെ നാമം വൃഥാ എടുക്കുന്നവരെ യഹോവ ശിക്ഷിക്കാതിരിക്കും. എളുപ്പം വായിച്ചാൽ അത് അറിയാവുന്ന ഭാഗമാണ്. ശബ്ദത്തിനാളിനെ ശുദ്ധീകരിക്കപ്പെടും. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ബത്താകുന്നു. അത് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരുടെയും നിന്റെ കന്നുകാലികളും പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യും. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലൂടെ ഒക്കെയും ഉണ്ടാക്കി. 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ദത്തിനാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുന്നു. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. പിന്നെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞതുപോലെ കർത്താവ് അല്ലെ 7ാം ദിവസം അല്ലെ എല്ലാ സൃഷ്ടിയും കഴിഞ്ഞ് വിശ്രമിച്ചതുപോലെ നോക്കിയേ. അപ്പൊ ദൈവം വിശ്രമിക്കുന്ന ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അറിയോ, ആ സമയത്ത് നീ ഓടി നടക്കേണ്ട ആവശ്യമുണ്ടോ? നീ 7ാം മാസത്തിൽ ഉറപ്പിച്ചാണ് കേട്ടോ. കർത്താവ് പറഞ്ഞതുപോലെ ഇത് വിശ്രമത്തിന്റെ മാസമാണ്. നീ ചില വിഷയങ്ങളുടെ മേൽ കഴിഞ്ഞ നാളിൽ പ്രാർത്ഥിച്ച് ഓടി നടന്ന വിഷയത്തിന്റെ മേൽ ദൈവം ശക്തമായ ഉത്തരം അയക്കുന്ന ഒരു മാസം ആയതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ആഴ്ചകളിൽ വരുന്തോറും ഹല്ലേലൂയ സന്തോഷത്തോടെ ആ വിശ്രമം കണ്ടെത്തിക്കണം.
നീ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം? എന്താ? കർത്താവ് വിശ്രമത്തിലിരിക്കുക. അപ്പൊ നീ കിടന്ന് ഓടി കിടന്നോ? ഇല്ല. കർത്താവിന്റെ മോനെ ഞാൻ വിശ്രമിച്ചിരിക്കുവാണ്, നീ എന്റെ അടുത്ത് പോകും. അതിനർത്ഥം എന്താ അറിയോ? നീയും വിശ്രമിച്ചിരിക്കണം. ഹല്ലേലൂയ. നീയും ആ വിശ്രമം കണ്ടെത്തണം. ഹല്ലേലൂയ. കാരണം പ്രവർത്തിക്കുന്ന സമയത്ത് നിന്റെ കഴിവിലല്ല ചിലത് നടന്നത്, നിന്റെ പ്രവർത്തിയാലല്ല ചിലത് കംപ്ലീറ്റ് ആയത്, ദൈവം പ്രവർത്തിച്ചതത്രേ. അപ്പൊ 6 ദിവസം എന്ന് പറയുന്നത് കർത്താവ് തന്റെ വേലയെ തികച്ചു. അതിന്റെ പ്രതീകമായിട്ട് നീയും എന്ത് ചെയ്യണം? നിന്റെ വേല ചെയ്തു. 6 ദിവസം നിന്റെ ജോലി ചെയ്തോ. 7 ദിവസം നീ ആരാധനക്കകത്ത് നീ വരണം. വചനം ഷെയർ ചെയ്യുന്നിടത്ത് നീ കർത്താവിനോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. അവിടെയാണ് നിന്റെ വിശ്രമം വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 43:19 ഒന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവചനം 43:19. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത് നേരത്തെ പറഞ്ഞു, പുതിയത്. പുതിയത് എന്നാ? പുതിയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതിയത്. ആമേൻ. സന്തോഷമില്ലേ? പുതിയതെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. എനിക്ക് സന്തോഷമുള്ള കാര്യം പുതിയതെന്ന് കേൾക്കുന്നു. പുതിയത്, പുതിയ മൊബൈലോ, പുതിയ അല്ല പുതിയ സാധനങ്ങൾ നോക്കി എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവും പുതിയതെന്ന് പറയുമ്പോൾ. ഇപ്പൊ ഇത്ര നാൾ ഓടിച്ചിട്ടിരുന്ന സ്കൂട്ടറാണ്, പെട്ടെന്ന് പുതിയ എന്ന് പറയുമ്പോൾ പുതിയ സ്കൂട്ടറോ. ഹല്ലേലൂയ. ഇത്ര നാൾ സൈക്കിളിൽ പോയി പെട്ടെന്ന് ഒരു കാർ മേടിക്കാതെ ഓക്കെ. അതായത് ഇപ്പോ നടന്നിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റം വരുന്നതാണ് പുതിയത്. നിന്റെ പഴയ സാഹചര്യങ്ങളിൽ നിന്നുള്ള മാറ്റത്തെയാണ് പുതിയതായി സൂചിപ്പിക്കുന്നത്. നിനക്കൊരു പഴയ വീടുണ്ടായിരുന്നു, എന്നാൽ അത് മാറി വെച്ച് നിനക്കൊരു പുതിയ വീട് ലഭിക്കുമ്പോ എന്താ? പുതിയ വീട് പണിത് കഴിഞ്ഞ് അതിന്റെ അകത്ത് താമസിക്കാൻ പോകുമ്പോ പഴയ വീട്ടിലിരുന്ന പോലെ ഇരിക്കണോ? ഹല്ലേലൂയ. അല്ലെ? പുതിയ വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാ? പുതിയ സാധനങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പുതിയ കാര്യങ്ങളാണ്. പുതിയ പ്ലേറ്റ്, പുതിയ ഗ്ലാസ്, പുതിയ അല്ലെ ഊണുമേശ, കട്ടില്, ബെഡ്, ഇതൊക്കെ പുതിയതാണ്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാണ്. അപ്പൊ ഇത്രയും നാളെ നീ പാപിയായി ജീവിച്ച ഒരു സമയത്തിൽ നിന്നും ഇപ്പൊ ദൈവം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിച്ച് അവന്റെ ഏകയാഗത്തിലൂടെ നിന്നെയും എന്നെയും ദൈവം വീണ്ടെടുത്തു അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ. എന്നിട്ട് ദൈവം പൈതലെന്നുള്ള പദവിയിലാണ് ജീവിപ്പിക്കുന്നത്. അപ്പോ പഴയത് കഴിഞ്ഞു പോയി, ദാ പുതിയത് വന്നിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ നീ ജീവിക്കുന്നത് എങ്ങനെയാ? പാപിയായിട്ടാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. എബ്രായ ലേഖനം 6 പറഞ്ഞതുപോലെ എന്താ? എന്താ? 1-ാം വാക്യം പറഞ്ഞു. എന്താ പറഞ്ഞു മോനെ? ഒന്ന് വായിച്ചു പറഞ്ഞത്. എബ്രായ 6:1. ഹല്ലേലൂയ. വായിച്ചേ. വായിച്ചു പറഞ്ഞ 6:1. 6-ാം തീയതി എബ്രായ ലേഖനം 6:1. എളുപ്പം വായിച്ചേ. വായിച്ചേ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, പിന്നെന്താ? ദൈവത്തിലെ വിശ്വാസം. ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെട്ടുവാ. പാപികളായിരുന്നു, ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മളെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോ നമ്മുടെ നിലപാട് എങ്ങനെയാ? ദൈവത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം, പിന്നെ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഹല്ലേലൂയ. വായിച്ചോ. കൈവെപ്പ്, മനുഷ്യരുടെ പുനരുത്ഥാനം. അപ്പൊ ഗ്രഹിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ പഴയതുപോലെ ഇനി നടക്കേണ്ടത് ചില തലങ്ങളെ, ആത്മീയ തലങ്ങളെ പഠിക്കേണ്ടതുണ്ട്. പണ്ട് ചിലവരെ സങ്കീർത്തനം 91 കാണാപ്പാടം പഠിച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ചില അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സങ്കീർത്തനം 91 ഇങ്ങനെ കാണാപ്പാടം ചൊല്ലും. ഇങ്ങനെ കാണാപ്പാടം ഇങ്ങനെ പറയും. നല്ലതാ. അതൊരു ആശ്വാസത്തിന്റെ സമയങ്ങളുണ്ട് പലർക്കും. സംരക്ഷണമാണ് ദൈവത്തിന്റെ. തീർച്ചയായിട്ടും ദൈവം ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ദയാലുവായ ദൈവമാണ്. ഹല്ലേലൂയ. എന്നാൽ നിനക്ക് കഴിവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു ചെറുപ്പമാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയായി തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വചനഭാഗം മുറിവചനം പഠിച്ചിട്ട് ഇങ്ങനെ കടപ്പുറം പഠിച്ചിട്ട് ഇരിക്കാനുള്ള ദൈവം വിളിച്ചിരിക്കുന്നത്.
ആത്മീക മർമ്മങ്ങളെ ആരാഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. നമ്മൾ കഴിഞ്ഞ നാളിൽ കേട്ടു, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് കേട്ടു അല്ലെ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? അതെങ്കിലും മിനിമം ഓർമ്മ ഉണ്ടാവണം. 9 ഫലങ്ങളെ കുറിച്ച് കേട്ടു അല്ലെ? ഹല്ലേലൂയ. അപ്പൊ ഈ ആത്മാവിന്റെ ഫലങ്ങളൊക്കെ എവിടെ കാണണം? സഭകത്താണോ കാണേണ്ടത്? ഇല്ല, നിന്റെയും എന്റെയും ഉള്ളത്തിൽ. കാരണം ദൈവത്തിന്റെ ആലയം ആരാ? ഞാനും നീയോ. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ നിന്നിൽ വസിക്കണം. അപ്പൊ ഈ പറയുന്ന ഫലങ്ങൾ നിന്നിൽ കാണപ്പെടണം. ആത്മാവിന്റെ ഫലങ്ങൾ കാണപ്പെടണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. മോനെ യെശയ്യാപ്രവചനം അതിന്റെ ഇപ്പൊ വായിച്ചു 43-19 കംപ്ലീറ്റ് ചെയ്ത മോനെ വായിച്ചു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? ചോദിക്കുന്ന കേട്ടോ, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അപ്പൊ ഇത് വിളിച്ചു പറയുകയും നിങ്ങളെ കൊണ്ട് അത് എഗ്രി ചെയ്ത് പറയുകയും ചെയ്യുമ്പോ അത് ഉത്ഭവിക്കും. കർത്താവ് ഉത്ഭവിപ്പിക്കുന്ന കർത്താവാണ്. ആമേൻ. സ്തോത്രം. അപ്പൊ കർത്താവിന്റെ വചനം തന്നെ ചോദിക്കണം, നിങ്ങളത് അറിയുന്നില്ലയോ? എന്നിട്ട് നോക്കി, മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദിയുള്ളവ. അതായത് ഒരു പ്രതീക്ഷയില്ലാത്തത്. ഹല്ലേലൂയ. ഒരു മരുഭൂമിയാണെങ്കിൽ പോലും അതിന്റെ നടുവിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു പറയുമ്പോ ഹല്ലേലൂയ. ആമേൻ. ഒരു വരണ്ട നിലത്ത് നിന്ന് ഒരു ഇളം തൈ പോലെ പൊട്ടിമുളച്ചു വരുമെന്ന് പറയുമ്പോ ഹല്ലേലൂയ. ആമേൻ. ഒരു വിദ്യാഭ്യാസം ഇല്ല, ഒരു കഴിവില്ലാത്തവരെ പിടിച്ച് ചില അധികാരങ്ങളെ ദൈവം ഏൽപ്പിക്കുക എന്ന് പറയുമ്പോ അതിന്റെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസം വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. മനുഷ്യർ വിലയിരുത്തുന്നത് പോലെയല്ല. മനുഷ്യർ നിന്റെ അപ്പിയറൻസ് നോക്കും, നിന്റെ ക്വാളിഫിക്കേഷൻ നോക്കും, നിന്റെ പാരമ്പര്യം നോക്കും, നിന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കും. ഹല്ലേലൂയ. നിന്നെ ആരെ പിടിച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചത്? നിനക്കൊക്കെ വല്ലതും അറിയാവോ എന്ന് ചോദിച്ച് വാദിക്കുമ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ പിടിച്ചു നിർത്തുന്നത് കർത്താവാണ്. ഏലിയാവിനെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞ ദിവസം സംസാരിക്കുമായിരുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്നാണ് പറയുന്നത്. എന്നാൽ ഏലിയാവിന്റെ പാരമ്പര്യത്തെ കുറിച്ചോ ഏലിയാവ് ഏത് ഫാമിലിയിൽ നിന്ന് വന്നതാണോ ഒരിടത്തും ഒരാൾക്കും ഒരു വിവരമില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഹല്ലേലൂയ ഏലിയാവിനെ ശക്തമായി ഉപയോഗിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ നിനക്ക് ചുറ്റും ചിലപ്പോൾ ആരും കാണുകയല്ല പ്രാർത്ഥിക്കാൻ, ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാൻ പോലും ഒരുത്തനെയും കാണുകയല്ല. എന്നിട്ടും ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നിന്റെ മേലുള്ളതുകൊണ്ടാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ നീ ഒറ്റപ്പെട്ടു തോന്നി, അയ്യോ ആരുമില്ലല്ലോ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കാൻ, ഞാൻ ശുശ്രൂഷ ചെയ്യാണല്ലോ എന്ന് തോന്നുമ്പോഴും ദൈവമാണ് നിന്നെ പിടിച്ചു നിർത്തിയത്. കാരണം കർത്താവ് പറയണ, ഞാൻ അവിടെ നിന്ന് ഉത്ഭവിപ്പിച്ചത്. അതിന്റെ നടുവിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ലാത്തതിന്റെ നടുവിൽ നിന്ന് ദൈവം പ്രതീക്ഷകളുടെ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടെ പറയുന്ന പ്രകാരം പുതിയ മുള വരും അല്ലെ? ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ദാവീദിനെ കുറിച്ച്. ദാവീദ് ഇങ്ങനെ ആടുകളൊക്കെ മേയിച്ച് വലിയ ആട് ബിസിനസ് അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മട്ടൻ ബിസിനസ് തുടങ്ങായിരുന്നു. ഓക്കെ, ഹല്ലേലൂയ. അപ്പന്റെ ആടുകളെ മേയിച്ച് ഇങ്ങനെ നടക്കുക. ഹല്ലേലൂയ. നോക്കി, ആടുകളെ മേയിക്കുമ്പോഴും ദൈവം ദാവീദിനോട് ഇടപെടുന്നു. ഹല്ലേലൂയ. കാരണം അവന്റെ മേലുള്ള വാഗ്ദത്തം കിടക്കുവാണ്. ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വംശാവലി. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്. അതിന്റെ അകത്ത് കൂടെയാണ് നീ നടക്കേണ്ടത്. ഹല്ലേലൂയ. നാളെ നടക്കുമ്പോഴല്ല ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത്. ഹല്ലേലൂയ. ചേർന്നിരുന്നോണം, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് പാത്രമായിക്കോണം. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്ന പ്രകാരം ഹല്ലേലൂയ. മോനെ അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ 46-10 വാക്യം വായിച്ചു. എളുപ്പം വായിച്ചു. സ്പീഡ്.
പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളു, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. അവിടെ ശ്രദ്ധിച്ചു, പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർക്കാനാ പറഞ്ഞത്, ഓർത്തുകൊള്ളുവിൻ. എന്നിട്ട് പറയുന്ന കാര്യമാണ്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ, അതായത് നോക്കി, തുടക്കകാലത്ത് തന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങളെയും പൂർവകാലത്ത് തന്നെ നിന്റെ ഭാവിയും ഒക്കെ എവിടെയാ? നിന്റെ ഭാവിയും ഭൂതവും ഒക്കെ എവിടെയാ? കർത്താവിലാ. നീ പാപത്തിൽ നടന്നൊരു കാലമുണ്ടായിരുന്നു, ശാപത്തിന്റെ പാരമ്പര്യത്തിൽ നീ കടന്നു വന്നൊരു തലമുറയുണ്ട്, അല്ല? ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അപ്പന്റെയോ അമ്മയുടെയോ ഒക്കെ കടന്നു വന്നിരിക്കുന്ന തലമുറയുണ്ട്. എന്നാൽ നീ യേശുക്രിസ്തുവിന്റെ രക്ഷകൻ നാമമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ, അല്ലെ, കർത്താവ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മന്ദിരമാന്ന് പറയുമ്പോൾ ആദ്യ തുടക്കവും അതിന്റെ ഒടുക്കം അവസാനവും ആരായിരിക്കും? കർത്താവ്. അപ്പൊ പാപത്തിന്റെ ഒരു അവസ്ഥ നീ ജീവിച്ചു വന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് നിനക്ക് എന്ത് ലഭിച്ചത്? പാപമോചനം എന്ന വീണ്ടെടുപ്പ് നിനക്ക് പ്രാപ്തമായത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം സ്വപുത്രനെ നൽകി നമ്മളെ സ്നേഹിച്ചു, അല്ലെ? പാപമോചനം എന്ന വീണ്ടെടുപ്പിൽ നമ്മളായിത്തീർന്നു. എന്നാൽ ഇനി പാപമോചന വീണ്ടെടുപ്പിൽ എവിടെയെങ്കിലും കസലിട്ട് മൂലം കുത്തിരിക്കുന്ന പരിപാടിയല്ല. ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവനായി, വിശ്വാസത്താൽ ജീവിക്കുന്നവനായി ദൈവത്തിന് നിന്നെ കാണണം. ഹല്ലേലൂയ. അവിടെ പറഞ്ഞത് യേശുക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ആമേൻ. ഹല്ലേലൂയ. മോനെ വായിച്ചു, 9, 10, 10 വാക്യം വായിച്ചു. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാറുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന എന്റെ ആലോചന നിവൃത്തിയാവും. നിങ്ങളുടെ ആലോചനകൾ പല വഴിയായിരിക്കും, പെരുവഴിയായിരിക്കും, പക്ഷെ കർത്താവ് പറയാണ് എന്റെ ആലോചനയോ, അല്ലെ? സദൃശവാക്യം തോന്നുന്നു, അവിടെ പറയുന്നുണ്ട് എന്താ? മനുഷ്യരുടെ ഉള്ളത്തിൽ എന്താണ്? പല ആലോചനകളുണ്ട്, പലതരത്തിലുള്ള ആലോചനകളുണ്ട്, പ്ലാനുകളുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ. പക്ഷെ കർത്താവിന്റെ, അല്ലെ, കർത്താവിന്റെ ആലോചനയോ നിവൃത്തിയാവും. നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞ് തല പുകഞ്ഞ് ആലോചിച്ചാലും നീ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് കർത്താവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അല്ലെ, യോസേഫ് നോക്കിയേ, യോസേഫിന്റെ കടന്നു വന്ന അവസരം നമ്മൾ നോക്കുമ്പോ നമ്മളൊരു കഴിയും, യോസേഫ് ഇനി ഒരിക്കലും ജ്യേഷ്ഠന്മാരെ കാണത്തു പോലുമില്ല. കാരണം അടിമയാക്കിയാണല്ലോ വിറ്റത്. ഓക്കെ, ഇനി ഒരിക്കലും തന്റെ കുടുംബക്കാരെയോ വീട്ടുകാരെയോ ഒരു കാരണവശാലും കാണത്തില്ലെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ അവസാനം ആരൊക്കെ തന്നെ തള്ളി പറഞ്ഞോ, തന്നെ തള്ളി ഉപേക്ഷിച്ച് കളഞ്ഞോ, അവര് അതേ ആരെയാണോ അടിമയാക്കി വിറ്റത് അവര് പോലും അറിയാണ്ട് എന്ത് ചെയ്യപ്പെട്ടു? അവന്റെ അടുക്കൽ വന്ന് ചോദിക്കേണ്ടി വന്നു. എന്ന് ആലോചിച്ച് സഹായം ചോദിക്കേണ്ടി വരുവാണ്. എന്നാൽ അവിടെ പറയുന്ന പ്രകാരം യോസേഫ് അവരെ, അല്ലെ, ചോദ്യം ചെയ്യുന്നുണ്ട്. അവിടെ യോസേഫ് പറയുന്ന പ്രകാരം നിങ്ങൾക്കൊരു അനിയൻ ഉണ്ടായിരുന്നല്ലോ, അവനൊന്ന് ആദ്യം കൊണ്ടുപോകാം, എന്നാ ഞാൻ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താം. ഓക്കെ. ഹല്ലേലൂയ. അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം യോസേഫിന് ലഭിക്കുകയാണ്. തന്നെ നിന്ദിച്ചവരെ, തന്നെ പരിഹസിച്ചവരോട് മറുചോദ്യം ചോദിക്കാനുള്ള അവസരം ദൈവം ഒരു ദൈവവേദന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നീ മിണ്ടാതിരിക്കുന്നിടത്ത് എന്ത് ചെയ്യണം? മിണ്ടാതിരുന്നാൽ. ഓക്കെ, പോത്തിഫറിന്റെ ഭവനത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിൽ യോസേഫ് ഒരിക്കലും ഒരു കംപ്ലൈന്റിംഗ് മോഡ് നിന്നിട്ടില്ല. ചേട്ടന്മാരെ കുറിച്ച് ഇതുവരെയും യോസേഫ് ആരോടും, പോത്തിഫറിനോട് പോലും, ജ്യേഷ്ഠന്മാരെ കുറിച്ചോ ആരെ കുറിച്ചും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? തന്റെ ചേട്ടന്മാരെ എല്ലാം കൊണ്ടേ കുളിക്കാതെ എന്നെ കൊല്ലാൻ നോക്കിയാണ്, ഉമ്മാരൊക്കെ ശരിയല്ല. നമ്മളാണ് പറയും ഉമ്മാരൊക്കെ ശരിയല്ല, അല്ലെ? കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറയില്ലേ? ഓക്കെ, അതുപോലെ ഇന്നത്തെ മനോഭാവം. ചില വിശ്വാസത്തിൽ ഉടനെ കേസ് കൊടുക്കണം, ശരിയാക്കി തരാം. വാശിയ, വൈരാഗ്യോ. ഹല്ലേലൂയ. വിശ്വാസിക്ക് ക്ഷമിക്കാനുള്ള മനോഭാവമില്ല. കാരണം എന്തായോ? ക്ഷമിച്ചാല് അവിടെ ദൈവം പ്രവർത്തിക്കും. ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കും ഇല്ല.
കാരണം പിശാച് അറിയണം, നീ എത്രത്തോളം ക്ഷമിക്കാതിരിക്കുന്നുവോ അത്രത്തോളം നിന്റെ ഹൃദയവും ദൈവസന്നിധിയിൽ കഠിനമായി കൊണ്ടിരിക്കും. നീ ക്ഷമിച്ചാൽ സ്വർഗത്തിലിരിക്കുന്ന ദൈവം അവരോട് ക്ഷമിക്കും. നീ ഇളച്ചു കൊടുത്താൽ ദൈവം അവർക്കും ഇളച്ചു കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ലാതെ നീ വിധിക്കരുത് ആരെ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. നീ അവരെ സ്നേഹിച്ചു നിന്നാൽ, നിന്നെ ഉപദ്രവിക്കുന്നവർ, നിന്റെ ശത്രുവായി കാണുന്നവർ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോളാനാണ് പറഞ്ഞത്. അപ്പൊ പ്രാർത്ഥിക്കണം. മിനിമം അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നമുക്കൊരു ആളോട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഒന്ന് മുട്ടുമടക്കി അവരൊന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചു. നിന്നെ എതിർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുവാൻ നോക്കുന്ന ഹല്ലേലൂയ ആരുമൊക്കെ വ്യക്തികളാണ്. നീ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കും. കർത്താവേ അവരെ അനുഗ്രഹിക്കണം, കർത്താവേ എന്ന് പറഞ്ഞ് നീ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയ ദൈവം അവരുടെ മാറ്റം വരുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് നീ പോയി അവരോട് സുവിശേഷം പറയാനോ വലിയ വചനത്തിന്റെ ബാനറൊന്നും വലിച്ചു കെട്ടാനൊന്നും പോകണ്ട. നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി, നിന്നെ ഉപദ്രവിക്കുന്നവരാണെങ്കിൽ, നിന്നോട് എതിർക്കുന്നതിന്റെ നശിക്കണമെന്ന് കണ്ടു നടക്കുന്നവരാണെങ്കിൽ നീ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പൊ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അവരോട് ക്ഷമിക്കുന്നതിന്റെ അടയാളോ. നീ അവരോട് ക്ഷമിച്ചില്ല എങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? ആ പ്രാർത്ഥന ഫലിക്കുമോ? ഇല്ല. അപ്പൊ ക്ഷമിച്ചിട്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി, എന്നിട്ട് മാറ്റം കാണും. കാരണം നീ ക്ഷമിച്ചാൽ ദൈവം അവരോട് ക്ഷമിക്കും. ഹല്ലേലൂയ. 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 നീ അല്ലേ മനുഷ്യരുടെ പിഴവുകളെ നീ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിന്റെ പിഴവുകൾ, നിന്നോടുള്ള പിഴവുകളെയും സ്വർഗത്തിലിരിക്കുന്ന ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം പെർഫെക്റ്റ് ആണോ? നമ്മളെല്ലാം തികഞ്ഞവരാണോ? ഇല്ല. പിന്നെ എന്തിനാ ക്ഷമിക്കാതിരിക്കുന്നത്? ക്ഷമിച്ചൂടെ? ഹല്ലേലൂയ. ക്ഷമിച്ചു കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. വൈരാഗ്യ ബുദ്ധി കർത്താവിനുള്ളതല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരെ അതിന്റെ ആഴം മനസ്സിലാവത്തുള്ളൂ. ഇല്ലെങ്കിൽ വൈരാഗ്യോ നിന്നെയൊക്കെ ഞാൻ ശരിയാക്കും, നീയൊക്കെ തകർന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഹല്ലേലൂയ. ഒരിക്കലും വിശ്വാസത്തിൽ ചേർന്നാലോ ദൈവത്തിൽ ചേർന്ന പരിപാടി അല്ലാതെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മോനെ വായിച്ചത് 46 10 വായിച്ചു. ആരംഭത്തിൽ തന്നെ അവസാനം പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാണ്. ഹല്ലേലൂയ. ക്രോണിക്കൽസ് 1 ക്രോണിക്കൽസ് 16:29. ഒന്ന് ദിനവൃത്താന്തം അതിന്റെ 16:29. ഒന്ന് ദിനവൃത്താന്തം 16:29. നിങ്ങൾക്ക് വായിക്കണം. ഒന്ന് ദിനവൃത്താന്തം 16:29. യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കും. അവിടെ കേട്ടോ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലും. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ. വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട്. അവിടെ പറയുകയാണ്, മോനൊരു കാഴ്ച, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ. സ്തുതിയും സ്തോത്രവും മഹത്വവും എല്ലാം കർത്താവിന് കൊടുപ്പിൻ. എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്താണ്? കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ. അത് കണ്ണിന്റെ കാഴ്ചയായിട്ട് ചെല്ലുന്ന കാര്യമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. എന്താ പിന്നെ കാഴ്ച? സമർപ്പണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അവിടെയാണ് സമർപ്പണം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട് അതിന്റെ അകത്ത്. നീ അനുഭവിക്കുന്ന നന്മകളുടെ എന്താണ്? പങ്കുണ്ട്, ഓഹരിയുണ്ട്. ഹല്ലേലൂയ. അതിന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ഹല്ലേലൂയ. നീ ഒരു എന്താ പറയാ, ഒരു ഓഫറിംഗ് കൊടുക്കുവാണെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, അതുമായിട്ട് കർത്താവിന്റെ സന്നിധി വരുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപോലെ പഴം മേടിക്കണമെന്നാൽ പോലും നമ്മളത് തന്നെ സന്തോഷത്തോടെ എല്ലാവരും അല്ലെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും അല്ലെ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുഹൃത്തുക്കളായിട്ട് പുറത്തു പോയി കറങ്ങാനൊക്കെയല്ല, ദൈവമക്കളായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു മിഠായെങ്കിലും പരസ്പരം കൊടുത്ത് സ്നേഹത്തോടെ കഴിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. സന്തോഷത്തോടെ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ പറയുന്നത് കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ. കാഴ്ച സമർപ്പിക്കുന്നത് മനോഭാവം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ കാഴ്ച? അല്ല ഇവിടുത്തുണ്ടോ? ഇവിടുന്നില്ല. ഹല്ലേലൂയ. അല്ല കാഴ്ച അപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ആയിരിക്കണം നീ കൊണ്ടുവരുന്നത്. ആരുടെയും കുറ്റോ കുറവോ പരാതിയോ ഒന്നും അല്ല ദൈവത്തിന്റെ ആലയത്തിന്റെ അകത്ത് വേണ്ടത്. കംപ്ലൈനിങ് മോഡ് മാറണം. ഇല്ലായ്മ പറയുന്ന മനോഭാവം മാറണം. നിന്നെ തന്നെ സമർപ്പിക്കണം. ആത്മീകമായും ഭൗതികമായ തലത്തിൽ ഒരു സമർപ്പണ മനോഭാവം നിന്നിൽ ഉളവാകണം. അവിടെയാണ് പൂർണ്ണമായിട്ടുള്ള കാഴ്ചയായി ഭവിക്കത്തുള്ളൂ. ഭൗതികമായിട്ടുള്ള ദശാംശമാണെങ്കിലും ഓഫറിങ്സ് ആണെങ്കിലും ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എങ്ങനെ ഹൃദയത്തിൽ നിന്നിട്ട് അനുസരണത്തോടെ സ്നേഹത്തോടെ കൊടുക്കാൻ പറ്റണം. ഷിയർഫുള്ളി എങ്ങനെ സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റണം. ദശാംശത്തിന്റെ കാര്യം പറയുമ്പോൾ പലരും അറിയുന്നു. ടെൻഷൻ അയ്യോ പുതിയ പ്രാർത്ഥന സാമ്പത്തികമായിട്ട് കർത്താവ് ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ, നീ ചിലത് ക്രമപ്പെടുത്താതെ അല്ലെ 8ാം ക്ലാസ് 9ാം ക്ലാസ് പാസ്സാകാൻ നേരെ എന്നാ അടുത്ത തലത്തിലേക്ക് ക്ലാസ്സിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ വന്നിട്ട് ചെവി പിടിച്ചിട്ട് പോയി ആദ്യം 7ാം ക്ലാസ് പൂർത്തിയാക്കിട്ടോ അല്ലെ. നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുപോകുന്ന തലമാണെങ്കിൽ അതിന്റെ അകത്ത് കണക്റ്റഡ് ആയിരിക്കണം. അല്ലെ 5ാം ക്ലാസ്സിൽ ചെക്കമെന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുതൽ SSLC പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞാൽ ടീച്ചർ പുറത്ത് പിടിച്ചിട്ടല്ലേ ചെവി പിടിച്ച് ഇറക്കി പോയി ആദ്യം 5ാം ക്ലാസ് പൂർത്തിയാക്കി. ഓരോ തലത്തിലേക്ക് അനുഗ്രഹത്തിന്റെ സ്റ്റെപ്പ് ഉണ്ട്. അതിലേക്ക് വരണം. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. അവിടെ അവിടെ പറയാണ് വിശുദ്ധ ഭൂഷണം. ഭൂഷണം എന്താ ഭൂഷണം? വിശുദ്ധ ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണമല്ല എന്നാ ഹല്ലേലൂയ. ഭൂഷണം അല്ലേ? എന്താ എഴുതുന്നത്? വിശുദ്ധ ഭൂഷണം ധരിച്ചു കൊള്ളുക. ഹല്ലേലൂയ അല്ലേ? വിശുദ്ധ വസ്ത്രം എന്ന് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഭൂഷണം എന്ന് പറയുന്നത് എന്താ? ഉണ്ടെന്നില്ല. നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ പറയില്ലേ അത് വിശ്വാസിക്ക് ചേർന്നതല്ല. വിദ്വാന ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ ചിലര്? എന്താ മൗനം? നിനക്ക് ഒരു ആഭരണം ധരിച്ചതുപോലെ ആയിരിക്കും നിന്റെ സംസാരമെങ്കിൽ ഹല്ലേലൂയ അതിനെന്തുണ്ടാവണം? ഉപ്പിനാൽ രുചി വരുത്തിയതാവണം. അതായത് കൃപയിലല്ലാത്ത വാക്കുകൾ നിന്നിന്ന് വരരുത്. മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുമ്പോൾ എന്താ? അത് ചില കാര്യങ്ങൾ മൗനം പാലിക്കാനും പഠിക്കണം. അതായത് ഉണ്ടാതിരിക്കണം. വാടക്കി ഇരിക്കേണ്ടടുത്ത് എല്ലാത്തിനും ചാടിക്കയറി ഉത്തരം പറയാതെ എന്താ എന്ത് ചെയ്യണം? മൗനമായിരുന്നു കേൾക്കാനും പറ്റണം അല്ലെ. ചില ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ കെയർഫുള്ളി സംസാരിക്കണം. പൊട്ടത്തരം വിളിച്ച് പറയരുത്. ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ വിശുദ്ധ ഭൂഷണം. നീ വിശുദ്ധ എന്ന പദവിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിന്റെ വായിലെ വാക്കുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് വന്നിട്ട് നടത്തു സമയം നോക്കണം. ഹല്ലേലൂയ. നോക്കി നീ അടുത്തിരിക്കുന്നതുകൊണ്ട് സമയം ഇത്ര കൂടുതൽ ചോദിച്ചാൽ മതി. അപ്പൊ അടുത്ത് അടുത്തിരിക്കുന്ന ഇത്ര സമയം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ പറയും അത് നല്ല നടുവേനുണ്ടോ? അപ്പൊ മറ്റോ പറയാം എനിക്ക് ഉറങ്ങിയിട്ട് 1 മാസം പറയും. അപ്പൊ നടുവേനെന്ന് പറയുമ്പോൾ വിശ്വസിക്കുക കർത്താവ് സൗഖ്യം, കർത്താവ് സൗഖ്യം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിനു മുന്നേ എനിക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കർത്താവ് സൗഖ്യം തന്നതുകൊണ്ടാണ്. അത് എന്താ പറയാ വിദ്വാന ഭൂഷണം എന്ന് പറയുമ്പോൾ ഇവിടെ വിശുദ്ധന്റെ ഭൂഷണത്തെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ ചിന്താഗതി, മനോഭാവം, അത് വിശ്വാസ രുചി വരുത്തിയ. യേശു പറഞ്ഞു നിങ്ങളുടെ ഓരോ വാക്കുകളും ഉപ്പിനാൽ രുചി വരുത്തിയതാവട്ടെ. എത്ര നല്ല ബിരിയാണി ആണെങ്കിലും, രുചിയുള്ള ബിരിയാണി ആണെന്ന് പറഞ്ഞാലും, എത്ര നല്ല ഫുഡാണെന്ന് പറഞ്ഞാലും അതിന് ലാസ്റ്റ് എന്ത് ചെയ്യണം? രുചി കാണണമെങ്കിൽ എന്ത് വേണം? മിനിമം വലിയ വിലയൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. അതായിരിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്നത്.
ഉപ്പിനാൽ രുചി വരുത്തിയതാവട്ടെ. അപ്പൊ ഒരു വിശുദ്ധന്റെ സംസാരം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിശ്വാസത്താലുള്ളതായിരിക്കണം. ആമേൻ. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ദൈവദാസന്മാർ കർത്താവ് അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ അതൊക്കെ നടക്കുവോ? ഇതൊക്കെ കുറെ കേട്ടതാ. അത് ഭൂഷണമല്ല, അത് വിശുദ്ധന്റെ ഭൂഷണമല്ല, അത് വേറത്തിന്റെ ഭൂഷണമാണ്. അത് നമുക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ. ഒരു ആഭരണം ധരിക്കുന്നത് പോലെ ഒരു സ്ത്രീ എന്താ കുറെ ഒത്തിരി ആഭരണങ്ങൾ നോക്കുന്നു, ഭംഗിയുള്ള ഒരു നോക്കി. ഞാൻ ആഭരണം ധരിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇത് പറയുകയാണ്. ഹല്ലേലൂയ. നോക്കി, വളരെ ഭംഗിയായിട്ടൊക്കെ ആഭരണമൊക്കെ ധരിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് വന്ന സ്ത്രീ വായുന്ന തോന്നിയാസം പറയുന്നെങ്കിൽ അവിടെ പോയി. അപ്പൊ പുറമെ ചമയുന്ന ഒരു പരിപാടിയെ കുറിച്ചല്ല പറഞ്ഞത്, അങ്ങനെ ഒരു ആഭരണം ധാരണത്തെ കുറിച്ചല്ല പറഞ്ഞത്. ആഭരണം ധരിക്കണം എന്നല്ലോ പറഞ്ഞത്. അത് തെറ്റിദ്ധരിക്കണ്ട. ഹല്ലേലൂയ. ഇനി ആഭരണം ധരിച്ചാലും ധരിച്ചില്ലെങ്കിൽ കർത്താവിന് കുഴപ്പമില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ വായിൽ വരുന്ന സംസാരം അത് നിനക്ക് ഭൂഷണമാകണം, അത് വിശുദ്ധന്റെ സംസാരമാണ്. അത് കേൾക്കുന്നവനും വിശുദ്ധീകരണം പ്രാപിക്കണം. കേൾക്കുന്നവനും എന്ത് പ്രാപിക്കണം? കൃപ പ്രാപിക്കണം. അപ്പൊ സുവിശേഷം അറിയിക്കുമ്പോ എങ്ങനെ അറിയിക്കുന്നത്? അടിച്ചേൽപ്പിക്കുന്ന മോയിൽ മുട്ടമ്പടിയിട്ട് തലക്കടിച്ചിട്ട് യേശു രക്ഷ പ്രാപിക്കുന്ന പറയുന്ന പരിപാടിയല്ല, അല്ലെ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സംസാരിച്ചോ. ഹല്ലേലൂയ. കുടുംബത്തിലുള്ളവരാണെങ്കിൽ എന്താ? സ്നേഹത്തിൽ സംസാരിച്ചോ. ഹല്ലേലൂയ. ലക്ഷബീതനെ ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും പ്രാർത്ഥന ചോദിച്ചാൽ അവരെ മടുപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക, ദൈവമെല്ലാം ചെയ്യും. ഹല്ലേലൂയ എന്ന് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. വലിയ വചനവും ഘോഷിക്കാൻ അറിയത്തില്ല എങ്കിലും യേശുവിന്റെ സ്നേഹം പകർന്നോണം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെ? നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഓർത്താൽ മതി. ഞാൻ എൻ്റെ കുടുംബം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, ഞങ്ങളുടെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷയിലാണ് എന്ന് പറയാൻ എപ്പോഴും ഒരു ധൈര്യം ഉണ്ടാവണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. അവിടെ പറയാണ് എന്താ? ഭൂഷണം, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിക്കുക. അപ്പൊ നിന്റെ നമസ്കാരവും നിന്റെ ആരാധനയെല്ലാം ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ നിന്റെ വായിലെ വാക്യവും ഇമ്പോർട്ടൻ്റ് ആണ്, നീ ധരിക്കുന്ന ഭൂഷണവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. നിന്റെ കാഴ്ചയും ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3:17 വായിച്ചു മോനെ. 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും, ആമേൻ, ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും നോക്കി, വാക്കിനാലോ ക്രിയ. നോക്കി, നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ വേറൊരുത്തിനെ മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല. ഹല്ലേലൂയ. കുത്തുവാക്കുകൾ പറയരുത്. ചിലവര് ഒന്ന് പറയുന്നില്ലയോ? ഹല്ലേലൂയ. കുറ്റം പറയുക. ഹല്ലേലൂയ. ചിലവരുടെ നോക്കി, വീട്ടിലാണെങ്കിൽ അമ്മായിയമ്മയും മരുമോളാണെങ്കിലും ചില വാക്കുകൾ മതി തകർച്ച വരാം. ഭർത്താവ് അല്ലെ പുറത്ത് പോയി വരുമ്പോഴേക്കും വീട്ടിൽ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന അമ്മയമ്മ മരുമോളെ കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷമാവോ? ഇല്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് വിശ്വാസി സമൂഹത്തിന്റെ നടുവിൽ പോലും ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ സ്വാഭാവികമല്ല ബ്രദറെ. ചിലർ പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്ന സമയത്ത് പറയാറുണ്ട്, വീട്ടില് മരുമോള് ശരിയല്ല, പ്രശ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുന്ന ശ്രദ്ധിച്ചാൽ നിന്റെ വായിലെ വാക്കുകൾ നേരത്തെ പറഞ്ഞ ഉപ്പിനാൽ രുചി വരുത്തുന്നതാവട്ടെ, ആരും മുറിപ്പെടുത്തുന്നതല്ല, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ വരണം, പ്രത്യാശ കൊടുക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിള്ളേര് ടെൻഷൻ അടിച്ച് പരീക്ഷയുടെ തലേന്ന് ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ഉടനെ എന്താ പറയാ, നീയൊക്കെ ജയിക്കുവോ? ഒറ്റ വാക്ക് മതി ഉള്ളത് ചോർന്നു പോവാൻ. ഇന്റർവ്യൂവിന് പോകുമ്പോ പിള്ളേര് വലിയ പ്രത്യാശയോടെ ചാടി പുറത്തു പറ്റിക്കണേ, ഈ വലിയ കിട്ടൂടെ, ഈ കൊല്ലം കല്യാണം നടക്കൂടെ. ചില വാക്കുകളുണ്ട് മുറിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അത് ചിലപ്പോ വിശ്വാസികളുടെ ഇടയിലായിരിക്കും വരുന്നത്, സഭക്കാർക്ക് ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോ കല്യാണം ഒന്നും ആയില്ലേ, പൈസ കുറെ ആയല്ലോ എന്ന് പറയുമ്പോ പിന്നെ മടുത്തു. ഹല്ലേലൂയ,
ആമേൻ. സ്തോത്രം. ജോലിയൊന്നും ആയില്ലേ ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കുത്ത. ബ്രദർ ജോലിയൊന്നും ആയില്ലേ, കർത്താവ് തരും എന്ന് ആശ്വസിപ്പിക്കേ. അല്ലാണ്ട് ആയില്ലെന്ന് പറഞ്ഞത് തുച്ഛമനോഭാവത്തോടല്ല കാണേണ്ടത്, ആശ്വസിപ്പിക്കേ. നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കാനല്ലേ കർത്താവ് പറഞ്ഞത്, അല്ലാണ്ട് കുറ്റം പറയാനാണോ? ഒരുത്തരം കുറവ് കണ്ടിട്ട് അവനെ കുറ്റപ്പെടുത്താനാണോ പറഞ്ഞത്? അല്ല, പരസ്പരം പ്രബോധിപ്പിക്കാനാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ അറിയോ? ഇരു കൂട്ടരും കുറവുള്ളവരാ. പരസ്പരം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തിനെ പ്രബോധിപ്പിച്ചെന്നാണോ പറഞ്ഞത്? അപ്പൊ കുറവുള്ളവരെ അന്വേഷിച്ച് നടക്കണം? അല്ല, കർത്താവ് പറയണം നിങ്ങൾ പരസ്പരം പ്രബോധിപ്പിക്കാനാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താ? ഒരുത്തരെ താങ്ങ് മറ്റവനായിരിക്കണം, അവന് താങ്ങ് നീയും ആയിരിക്കണം. അല്ലാണ്ട് അവനിട്ട് താങ്ങുന്നവനല്ല. അവൻ ഇവനിട്ട് താങ്ങും, ഇവൻ അവനിട്ട് താങ്ങും. ആ പരിപാടിയല്ല. ആമേൻ. ഹല്ലേലൂയ. ഒരുത്തരെ ദൈവം ഉപയോഗിക്കുന്നത് കണ്ട് പിന്നെ കണ്ടുകേടിയ. ഹല്ലേലൂയ. പിന്നെ ഇവനെ എങ്ങനെയെങ്കിലും ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നത്, ഇവന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇങ്ങനെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമല്ല അവനെ പിടിച്ചു നിർത്തിയത്, അവൻ ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. ഓ, ഞങ്ങളെ കർത്താവെ ഉപയോഗിച്ച കർത്താവെ അവനെങ്കിലും ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അവളെങ്കിലും ഉപയോഗിക്കട്ടെ. ഓ, ആ മകള് ആരാധിക്കുന്നുണ്ടല്ലോ, പാട്ട് പാടുന്നുണ്ടല്ലോ, ദൈവമേ അവളുടെ ശബ്ദമൊക്കെ കർത്താവ് പ്രസാദകരായി തീരട്ടെ കർത്താവെ. അവൻ നന്നായിട്ടൊക്കെ പാടാൻ കഴിവത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ദൈവമേ അവനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അവിടെ 3-4 പേര് കർത്താവ് പറഞ്ഞത് 1000 പേരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് നടക്കും മധ്യ വരുന്നതാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് 2-3 പേരെന്നാണ് പറഞ്ഞത്. കർത്താവിന് അത്രയും മതി. മനുഷ്യൻ നോക്കിയിട്ട് അവിടെ ആള് കുറവാണല്ലോ, അവിടെ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് സഭയിലെ ആൾക്കാരുടെ എണ്ണം നോക്കിയിട്ട് ചിലവർ പോകുന്നത്. അവിടെ ആള് കുറവാണ്, അവിടെ ഒന്നും വലിയ അഭിഷേകമൊന്നും ഇല്ലാതെ തീരുമാനിച്ചു കഴിഞ്ഞു. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ആൾപ്പെരുപ്പം ഹേതുവായിട്ടല്ല അവിടെ വരുന്നത്, വലിയൊരു ജനക്കൂട്ടം ഹേതുവായിട്ടല്ല കർത്താവ് വരാൻ പോകുന്നു. എനിക്ക് പുറത്തു ആളുകളുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവർ, ഞാൻ അവയെ പേര് ചൊല്ലി വിളിക്കും. എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കും. ഇന്ന് കർത്താവ് പറഞ്ഞു, ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ സമയത്ത് അവര് ഹൃദയം കഠിനമാക്കിയതുപോലെ നീ നിന്റെ ഹൃദയം കഠിനമാക്കാതെ ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നീ കാണുക. മോനെ വാക്യം വായിച്ച മോനെ, കൊളോസ്യ ലേഖനം 3:17 വായിച്ചത്. ക്രിയയാലോ സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യും. സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യുവിൻ. ഓക്കെ, എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു ക്വാളിറ്റി വേണം. എന്ത് ചെയ്താലും അത് ചെറിയതായിട്ട് ഓരോരുത്തരെ സഹായിക്കാനാണെങ്കിലും ആർക്കെങ്കിലും വല്ല ഹെൽപ്പ് എന്തെങ്കിലും തരത്തിലാണെങ്കിൽ പോലും ഒരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. വേറെ ഒന്നുമില്ല. കാരണം മഹത്വം മുഴുവൻ കർത്താവിനാണ്. വൈശ്വമന അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം. കണ്ടോ, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പിൻ. വേറെ ആർക്കുമല്ല, പിതാവായ ദൈവത്തിലേക്ക് മഹത്വം ചെല്ലും. ആമേൻ. 1 കൊരിന്ത്യർ 10:31 വായിച്ചു മോനെ. ഹല്ലേലൂയ. വായിച്ചോട്ടെ. സമയമില്ലാത്തവരെ എളുപ്പം വായിക്കുകയാണ്. വായിച്ചു. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വം. കേട്ടോ, എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും. ഭക്ഷണം കഴിക്കണോ, ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ നോക്കി, ഇപ്പൊ പോയി കഴിക്കണ്ട, ഫുഡ് പോയിസൺ. ഹല്ലേലൂയ. അതല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സ്നേഹത്തിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം. ഹല്ലേലൂയ. അത് ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് നോക്കിയേ, എല്ലാം എന്ത് ചെയ്താലും കർത്താവിന്റെ സന്തോഷത്തിൽ ചെയ്യണം. അത് സഭക്കകത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാണെങ്കിൽ പോലും കർത്താവിന്റെ സ്നേഹത്തിൽ ചെയ്യണം. നേരത്തെ ഞാൻ പഴക്കൊലയുടെ കാര്യം പറഞ്ഞ് മറക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ആരും പഴക്കൊലയിട്ട് വരണ്ട. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദി നെയിം. ഞാൻ പറഞ്ഞ ഒരു ഇതായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഫ്ലോയിൽ പറഞ്ഞതേ ഉള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. ഹല്ലേലൂയ. ആമേൻ. അവിടെ വചനം വായിച്ചത് എന്താ? ഒന്ന് വായിച്ചു പറഞ്ഞത്, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 115:1 പറയുന്നുണ്ട് എന്താ? ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, എല്ലാ മഹത്വം അങ്ങേക്ക് മാത്രം. അല്ലേ? 115:1 പറയുന്നത് ഞങ്ങൾക്കല്ല,
സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, കുടുംബത്തിൽ സ്നേഹിച്ച് അല്ലെ പരസ്പരം കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അവിടെ ചെല്ലുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. അവിടെ ഉളവാകുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. കുടുംബത്തിൽ ഒരു നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയതുകൊണ്ടാണ്. മഹത്വം ഇല്ലാത്തടത്ത് പ്രാർത്ഥനയില്ല. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ മഹത്വം കൊണ്ടുവരുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളവർക്ക് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. ഹലോ, ആമേൻ, ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. യശയ്യാപ്രവചനം ഒന്ന് റെവലേഷൻ ചാപ്റ്റർ അതിന്റെ 4:11 വായിക്കുമോ? റെവലേഷൻ 4:11. ഹല്ലേലൂയ. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായിരുന്നു. കണ്ടോ? കർത്താവേ, നീ റെവലേഷൻ 4:11. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായിരുന്നു. സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ടും തങ്ങളുടെ കീടങ്ങളെ സിംഹാസനത്തിന്റെ കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം, നോക്കിയേ, എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും. നോക്കിയേ, നേരത്തെ പറഞ്ഞു ഉളവാകുക. ചിലത് ഇല്ലാത്തടത്തുനിന്ന് ഉളവാകും. ഇല്ലാത്തതെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുക. ഇതുവരെ അനുഗ്രഹം കണ്ടിട്ടില്ലെങ്കിൽ, സൗഖ്യം കണ്ടിട്ടില്ലെങ്കിൽ, ഇനി സൗഖ്യം ഇപ്പോ ഇവിടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. അവിടെ പറയുവാണ് ഉളവാകും. എന്താ പറയാ? സൃഷ്ടിക്കപ്പെട്ടതും മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞു. നോക്കിക്കേ, മഹത്വവും ബഹുമാനവും ശക്തിയും എല്ലാം കൈക്കൊള്ളുവാൻ ഏക യോഗ്യനായിട്ട് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ റെവലേഷൻ ചാപ്റ്ററിൽ പോലും അവര് എന്താ മൂപ്പന്മാര് എന്താ ചെയ്തത്? അവര് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുന്നിലേക്ക് ഇടുക. ഓക്കെ, ചില അധികാരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചു കൊടുക്കേണ്ടി വരും. കാരണം എന്താ അറിയോ? ഒരു സാധ്യത ഇല്ലാത്തടത്ത് ദൈവം വഴി തുറക്കുന്നു. ഹല്ലേലൂയ. ചില അധികാരങ്ങൾ അതിന് കീഴ്പ്പെടേണ്ടി വരും. നിന്റെ ദേശത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോ ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയും ഇതെങ്ങനെ നടക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന തലത്തിൽ ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കും. നമ്മൾ പറയൂ, ഇവരെ കൊണ്ടൊക്കെ സാധിക്കൂ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ദേശങ്ങളിൽ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമോസിന്റെ പുസ്തകം 3:7 ഒന്ന് വായിച്ചു പോണേ. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യം. യഹോവയായ കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യരുത്. അത് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനെ കർത്താവ് എന്ത് ചെയ്തു കൊടുക്കും? ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. അതൊരു രോഗസൗഖ്യമാണെങ്കിലും ഇവിടെ നിന്ന് വിളിച്ചു പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കും, യേശുവിനാൽ വിടുതലുണ്ട്, സാമ്പത്തിക അനുഗ്രഹമുണ്ട് എന്നെല്ലാം വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? കർത്താവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അപ്പൊ കർത്താവ് തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യുന്നില്ല. പക്ഷെ അത് കേൾക്കുന്നവൻ, നോക്കിയേ, കേൾക്കുന്നവൻ വിശ്വാസത്താൽ ഏറ്റുപിടിച്ചോണം. അവിടെ ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കും.
ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ 5:17 വായിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. വായിച്ചവനെ പഴയത് കഴിഞ്ഞു പോയി അത് പുതിയതായി വന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു, പുതിയത് വന്നിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലാവുമ്പോഴാണ് പുതിയതായി മാറുന്നത്. അപ്പൊ ഇനി ഒന്ന് പറയാമോ? പുതിയത്. ഒരിക്കലും ഒരു ഭർത്താവ് കുറെ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് പുള്ളിയുടെ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെക്കൻഡിരിക്കുക എന്നിട്ട് അതിനകത്ത് പേപ്പർ അടിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ എഴുതിട്ട് ഇങ്ങനെ കുറെ നേരം പേപ്പർ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിഭാഗം മുതലൊക്കെ അടിച്ചു കൊടുക്കുക, പുറം വശം നോക്കുന്നു. അപ്പം ഭാര്യ ഇത് കണ്ടുണ്ടോ പുള്ളിക്കാരൻ കയറുന്നു. ഭാര്യ വശം ഇങ്ങനെ എന്നാ എഴുതുന്നത് കുറെ നേരമല്ലേ കാണിക്കുന്നു. അപ്പൊ എന്തിന് തലേനെ കുറെ നേരം അടിച്ചു കൊടുക്കുന്നത്? ആ പേപ്പർ തന്നെ കുറെ പ്രാവശ്യം എല്ലോട്ട് മറിക്കുന്നത് എന്താ? അപ്പൊ ഇത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റാ. അപ്പം അതിനിത്ര സെർച്ച് ചെയ്യുന്നതിനാ ഇത്രയും തരണെന്താ? പുള്ളി പറഞ്ഞു വേറെ ഒന്നുമില്ല, ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ നോക്കുക. എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇപ്പൊ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പൊ മാരേജിന്റെ അർത്ഥം നോക്കിയ പുതിയ ഭാര്യ വരുന്നല്ല അതിന്റെ അർത്ഥം, അല്ലെ പുതിയ ഭർത്താവ് വരുന്നല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിലായാൽ ഈ പുതിയ സൃഷ്ടിയാന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഓർമ്മ പോലും ഞാൻ പുതിയ ആളെന്ന് ഇറങ്ങാനല്ല ഭാര്യ നോക്കുമ്പോ, അതല്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നീ ഒരു ദൈവ പൈതലാണ്. പഴയത് നിന്റെ പാപജീവിതം കഴിഞ്ഞു പോയി. ഇനി നിനക്ക് പാപത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ അവകാശമില്ല. നീ പാപത്തിന് നിന്റെ മേൽ ഒരു അവകാശവുമില്ല. നീ ക്രിസ്തു യേശുവിലായതുകൊണ്ട് നീ ഒരു ദൈവ പൈതലാണ്. ഹല്ലേലൂയ. ആമേൻ. പിശാച് വന്നിട്ട് പറയും, അയ്യോ മോനെ എടാ പാപജീവിതത്തിൽ എക്സ്പയറി ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു. സാരമില്ല. ഹല്ലേലൂയ. എന്ന കർത്താവ് ഹല്ലേലൂയ അതിനെ എന്നേക്കുമായിട്ട് ഹല്ലേലൂയ ആമേൻ ഒരു എക്സ്പയറി ഡേറ്റ് വെച്ചു. ഹല്ലേലൂയ. ആമേൻ. നീ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച അതേ നിമിഷം തന്നെ ഹല്ലേലൂയ അവന്റെ പ്രേരണയാൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പിശാച് വാദിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നോ അതെല്ലാം സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് കർത്താവ് കയറിക്കണം. നോക്കി, നിന്റെ തലമുറ വരെ തകർന്നു പോകണം, നീ കൊലപാതകയാവണം, നീ നാശത്തിലേക്ക് പോകണം, നീ ശാപത്തിലായിരിക്കണം എന്നൊക്കെ വെച്ചിരുന്ന സകല സർട്ടിഫിക്കറ്റുകളും എല്ലാം കർത്താവ് എന്ത് ചെയ്തു? കയറിക്കണം. ഇന്ന് നിന്റെ കയ്യിലുള്ള ഒരേ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ദൈവ പൈതൽ എന്നുള്ള പദവിയുടെ സർട്ടിഫിക്കറ്റ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നാം മക്കളാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. വായിച്ചവനത്. ഹല്ലേലൂയ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെ, യോഹന്നാന്റെ 14:6 പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നീ കൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് പ്രവേശിക്കത്തില്ല. നോക്കി, അപ്പൊ എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിൽ ചെയ്യാൻ പഠിക്കണം. ആരാധിക്കുവാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചു. പ്രാർത്ഥിക്കാൻ പോയിരുന്നാലും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു. വചനം വായിക്കാൻ ഇരിക്കുവാണെങ്കിൽ പോലും യേശുവിന്റെ നാമത്തിൽ മറന്നു കൊടുക്കണം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ജോലി ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുവാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ മറന്നു കൊടുക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിച്ചത് മുമ്പേ അതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് മഹത്വം കൊടുത്തിട്ട് ആ ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. റെവലേഷൻ ചാപ്റ്റർ 21:5 ഒന്ന് വായിച്ചു പറയാം. 21:5. ഹല്ലേലൂയ. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖം മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇനി എന്തൊക്കെയാ നമ്മോട് പറഞ്ഞത്?
ഇനി മരണം ഉണ്ടാകിയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകത്തില്ല. നോക്കിയേ, ഒന്നാമത്തേത് കഴിഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും, നോക്കിയേ, സകലവും എന്ത് ചെയ്യാൻ പോവാ? പൂർത്തിയാക്കാൻ പോവാന്ന്. അപ്പൊ പഴയത് കഴിഞ്ഞു പോയി, ഇതാ പുതിയതാവണം. ഹല്ലേലൂയ. പുതിയ യേശുക്രിസ്തു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ നാളെ കംപ്ലൈനിങ് മോഡാണെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം, എന്റെ കംപ്ലൈനിങ് മോഡൊക്കെ മാറണം. അതിൽ ഇല്ലായ്മ പറയുന്നത് ഹല്ലേലൂയ നോ, ഹല്ലേലൂയ. ഇനിയിപ്പോ ഇല്ലായ്മയിൽ ഇരിക്കുവാണെങ്കിലും നീ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരീരത്തിൽ ക്ഷീണമാണെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീ ക്ഷീണിതനായിക്കോട്ടെ, നീ വീണ്ടും വീണ്ടും തളച്ചിട്ടുണ്ടോ? മറിച്ച് വിശ്വാസത്താൽ, അല്ല, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം തളർന്നു പോകുന്നതാണ് പറഞ്ഞത്. വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. അപ്പൊ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോ ഉറപ്പിച്ചോണം കേട്ടോ. ക്ഷീണം പറഞ്ഞിരിക്കാനല്ല, രോഗം പറഞ്ഞിരിക്കാനല്ല, വേദന പറഞ്ഞിരിക്കാനല്ല. വേദനയുണ്ട്, സാരമില്ല. കർത്താവിനെ ആരാധിക്കുമ്പോൾ അതിന്റെ മേലിൽ കർത്താവ് ജയം തരും. ആമേൻ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ബി ദ നെയിം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ കാലുകൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഇതിനു മുമ്പ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്തൊക്കെ വൈക്കിനോട് പറയും, ഇവിടെ ഒരു കസേര എടുത്തിട്ടോ. ആ സമയത്തൊക്കെ ഒരു കസേര എടുത്തിട്ടിട്ട് എനിക്ക് പെയിൻ ഉണ്ട്, കാലിന് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ആ പെയിനുള്ള സമയത്ത് ബെൽറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ബെൽറ്റ് ഇട്ടിട്ട് ഇവിടെ ഇരുന്ന് ചിലപ്പോൾ വേദന വരുവാണെങ്കിൽ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു, ഇരുന്നിട്ട് ഇനി സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കസേര കൊണ്ടുവന്നിടാൻ പറഞ്ഞിട്ട് സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ സമയത്ത് ഒരിക്കൽ പോലും ആ കസേരക്കകത്ത് ഇരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇവിടെ വന്ന് കർത്താവിന്റെ വചനം ഘോഷിക്കുന്ന സമയത്ത് എന്റെ കാലുകൾക്ക് യാതൊരുവിധ വേദനയും ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷം പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും വേദന വരും. രാത്രിയിലേക്ക് ഇരുന്ന് കരഞ്ഞ സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. വീട്ടുകാരെ പോലും കാണാണ്ട് മാറി നിന്ന് കരഞ്ഞ സമയങ്ങളുണ്ട്. ഓയിൽമെന്റ് ഇടുന്നു, ചൂട് പിടിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് ദൈവം നിർത്തിയതാ. ദൈവത്തിന് അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു വേദനയോ ഒരു ക്ഷീണമോ ഒരു കടബാധ്യതയോ ഒരു രോഗമോ വരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലവരുടെ ആണെന്നല്ലോ പിശാച് ഒരു തട്ടില്, ദൈവം ഒരു തട്ടില്, രണ്ടും തുല്യ ശക്തികളാണ്. എന്നിട്ട് രണ്ടും തമ്മിൽ ഇങ്ങനെ മത്സരിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസിക്കുക. പിശാച് ഇവിടെ കിടക്കുന്നു, നമ്മുടെ കർത്താവ് ഇവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി മേലിൽ ഇനി പോരാട്ടമാണോ പ്രശ്നമാണെന്ന് പറഞ്ഞിരിക്കരുത്. യേശുവിന് മഹത്വം കൊടുത്താൽ മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി സകല മുഖങ്ങളെയും തകർക്കുന്ന, സകല ബന്ധനങ്ങളെയും മറുത്തു കളയുന്ന, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേലെ ആവസിക്കും. ഹല്ലേലൂയ. അവിടെ ഒരു പിശാചിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം കർത്താവ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ പിശാചിന് പേടിയുള്ള കാര്യമോ. അപ്പൊ കർത്താവിന്റെ കൂടെ നടക്കുന്നവനെ കണ്ടാൽ പിശാച് പേടിക്കും. അവൻ ഈ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുക എങ്ങനെ അല്ലെ? അവൻ അലർന്ന സിംഹത്തെ പോലെ പറഞ്ഞത്, സിംഹം എന്നല്ല പറഞ്ഞത്, സിംഹത്തെ പോലെയൊക്കെ കാണിക്കും അല്ലെ? ഞാൻ ചിലപ്പോൾ ചില ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സിംഹത്തിന്റെ മേളിലുള്ള ഈ രോമം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു പട്ടിയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ആ പട്ടീനെ ഇങ്ങനെ പാർക്കിലേക്ക് അഴിച്ചു വിട്ടു. അപ്പൊ പെട്ടെന്ന് ഈ സാധനമൊക്കെ വെച്ച് ഓടി വന്നപ്പോഴേക്കും അല്ലെ, ഏകദേശം ഷെയ്ഡൊക്കെ സിംഹത്തിന്റെ കളറുള്ള സ്കിന്നുള്ള ഒരു പട്ടിയാണ്. പട്ടി ഇങ്ങനെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി ചെന്ന് പെട്ടെന്ന് എല്ലാവരും കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഞെട്ടി പോയോ സിംഹമാണോ? പിന്നെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴേക്കും സിംഹമാണ്, വിൽക്കും വെച്ച് വരുന്ന പട്ടിയോ. അപ്പൊ ആ വിൽക്ക് വെച്ച് വരുന്ന ഒരു പട്ടിയെ പോലെ ഉള്ളൂ. ഇന്ന് പലരും പ്രശ്നമാണ് അതാണെന്ന് പറഞ്ഞിട്ട് പിശാചിന് ഇങ്ങനെ വലിയ സംഭവിക്കൊണ്ടിരിക്കുക. നീ പോലും അറിയാണ്ട് നീ പ്രശ്നം തന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ മഹത്വം കൊടുക്കുന്ന ആർക്കാ? പിശാചിനാ. എന്ന വചനത്തിന് ഉപദേശം പറയുന്നത് എന്താ? നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ്. ചിലവരുടെ ധാരണ പിന്നെ വേറെ ഒന്നുണ്ട്. ദൈവം ഇങ്ങനെ ഈ എന്താ പറയാ ഈ ആരാധന, എല്ലാവരുടെ ആരാധനക്ക് മോഹിച്ചിരിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. ആമേൻ. ആരാധന ഇങ്ങനെ കിട്ടുമ്പോ ഇങ്ങനെ കുളിർ കൊള്ളുന്ന ഒരു ദൈവം നോക്കി. ഹല്ലേലൂയ. ഇത് പിശാചിനുള്ളതാണ്. ഹല്ലേലൂയ. നോക്കി. ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ആരാധിക്കുന്നു.
സ്തോത്രം. മറ്റുള്ള മനുഷ്യന്റെ പ്രശംസ കിട്ടിയിട്ട് വേണ്ട അവൻ ആരാധിക്കപ്പെടാൻ. അങ്ങ് സ്വർഗത്തിലെ ദൂതന്മാര് പോലും ദിനം പ്രതി നിത്യേന നിമിഷം തോറും ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്? ആരാധിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് നീ ഇവിടെ ഇരുന്ന് പാട്ടുപാടിയത് കൊണ്ടിട്ടല്ല ദൈവത്തിന് ആരാധന ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ പൊടിയായ മനുഷ്യ, ഒരു നാൾ നിന്റെ സൃഷ്ടാവ് ഈ പൊടിമേൽ നിൽക്കുമെന്ന് നീ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ ആ പൊടിമേൽ ദൈവം മഹത്വം കേട്ടോ. ദൈവത്തിന്റെ മഹത്വം നീ കാണുക ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Lord. Thank you, Jesus. We worship you, Father. We glorify you, Jesus. Hallelujah.